നമ്മളെ അറിയുന്ന, നമ്മുടെ കണ്ണുനീർ തുള്ളികളെ തുടച്ചു നീക്കുന്ന, നമ്മുടെ അലച്ചിലുകളെ എണ്ണിയിട്ടുള്ള, നമ്മുടെ നൊമ്പരങ്ങൾ അറിയുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. അനേകം മക്കൾ ഇന്ന് ഈ ആലയത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ അവരാരും ഇന്ന് എത്തിയിട്ടില്ല. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുക്കൽ എത്താൻ പറ്റില്ല. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം വരുന്നത് ഈ ലോകത്തിൽ തൻ്റെ പിതാവിനാൽ ആകർഷിച്ചു കൊണ്ടുവന്ന കുറേ മക്കളെ കാണാൻ പറ്റി. അതിലാണ് ഏറ്റവും വലിയ സന്തോഷം. നിസ്സാര കാര്യമല്ല. പിതാവിൻ്റെ ഒരു നോട്ടം നമ്മുടെ മേൽ ഉള്ളത് കൊണ്ട് നമ്മൾ ഇന്ന് ഈ ആലയത്തിലേക്ക് വന്നു. പിതാവ് പ്രത്യേകമായി നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഈ ആലയത്തിൽ വന്നത്. ആരും നിർബന്ധിച്ചതോ ഒരു നിയോഗത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ടല്ല. തൻ്റെ കുഞ്ഞ് എൻ്റെ ഇടയ്ക്കൽ ആയിരിക്കണമെന്ന് അപ്പൻ ആഗ്രഹിച്ചു. തൻ്റെ കുഞ്ഞിന്ന് ഈ ആലയത്തിൽ ആയിരിക്കണമെന്ന് ഒരു അപ്പൻ ആഗ്രഹിച്ചത് കൊണ്ട് അപ്പനാൽ ആകർഷിക്കപ്പെട്ട മക്കളാണ്. അപ്പോൾ നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ ഒരു കരമുണ്ട്, കർത്താവിൻ്റെ ഒരു വിളിയുണ്ട്. ഇന്നലകളിലെ നിന്റെ സങ്കടങ്ങളും വേദനകളും അലച്ചിലുകളിലും നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടില്ലേ, എന്തുകൊണ്ടാണ് ദൈവമേ എനിക്കിങ്ങനെ? എന്തുകൊണ്ടാണ് കർത്താവെ ഞാനിങ്ങനെ? തകർന്ന് തരിപ്പണമായ ഒരു ജീവിതവുമായി ഈ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇന്നലകളിൽ നമ്മൾ ഒഴുക്കിയ പല കണ്ണുനീർ തുള്ളികൾക്കും ഉത്തരം കിട്ടാതെ വന്നപ്പോൾ നമ്മൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം കിടക്കുന്നത് സങ്കീർത്തന പുസ്തകം 22-ാം അധ്യായത്തിലാണ്. അതിലിങ്ങനെയാണ് കിടക്കുന്നത്: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു? ഒരു വല്ലാത്ത പ്രാർത്ഥനയാണ്. ഇന്ന് അനേകം മക്കളുടെ പ്രാർത്ഥനയാണ്, ദൈവമേ, ജീവിതകാലം മുഴുവനും നൊമ്പരങ്ങളും വേദനകളും സഹനങ്ങളും കണ്ണുനീരും കൊണ്ട് കടന്നു വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ മാത്രമാണ് ഈ സഹനങ്ങൾ മാത്രം, എൻ്റെ ജീവിതത്തിൽ മാത്രമാണ് ഈ ദുഃഖങ്ങൾ, എൻ്റെ ജീവിതത്തിൽ മാത്രമാണ് ഈ അലച്ചിലുകൾ. കണ്ണുനീരും വിലാപവും ദുഃഖവുമായി ഈ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അറിയാതെ സങ്കീർത്തകനോടൊപ്പം നമ്മളും പ്രാർത്ഥിച്ചു പോയി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു? ഇന്ന് അതിന് ഉത്തരം കിട്ടുന്ന ദിവസമാണ്. അവിടെ നമ്മുടെ കണ്ണുനീരുകൾ തുടച്ചു നീക്കുന്ന ദൈവമാണ്. അത് കുപ്പിയിൽ ശേഖരിക്കുന്ന ദൈവമാണ്. നമ്മുടെ അലച്ചിലുകളെ കൃത്യമായിട്ട് എണ്ണിയിട്ടുള്ള ഒരു ദൈവമാണ്. നമ്മൾ അനുഭവിച്ചിട്ടുള്ള നൊമ്പരങ്ങളും വേദനകളും സഹനങ്ങളും ഒന്നും കാണാതെ ഒരു ഇരുളിൻ്റെ മറവിൽ മറഞ്ഞിരിക്കുന്ന ഒരു അപ്പനല്ല നമ്മുടെ അപ്പൻ. മറിച്ചോ നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും നമുക്ക് വേണ്ടി കഴുകുമരത്തിൽ കാഴ്ചവെച്ച അപ്പനെ നമ്മളെ മറക്കാൻ പറ്റുമോ? പിതാവ് പറയുകയാണ്, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് തരാതിരിക്കുമോ? നമ്മുടെ ജീവിതത്തിന് വേണ്ടി സ്വപുത്രനെ കഴുകുമരത്തിലേക്ക് പറഞ്ഞു വിട്ട ഒരപ്പൻ ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ്, എൻ്റെ മക്കളെ, നിങ്ങളുടെ കണ്ണുനീരും അലച്ചിലും കണ്ട് ഒന്നും അറിയാത്ത മട്ടിൽ ഒരു ഇരുളിൻ്റെ മറവിൽ മറഞ്ഞിരിക്കുന്ന ഒരപ്പനല്ല. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരി മലയുടെ വിരിമാറിൽ ഒരു പുത്രനെ കഴുകുമരത്തിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് തൻ്റെ മക്കളെ സ്നേഹിച്ച ഒരപ്പനല്ലേ നമ്മുടെ അപ്പൻ. അപ്പൻ നമ്മളെ ഒരിക്കലും മറക്കില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്ന ഒരു അമ്മയും പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മളെ മറക്കാൻ പറ്റില്ല. കാരണം ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകജാതനെ നമുക്ക് വേണ്ടി ഒരു കഴുകുമരത്തിൽ ഹോമിച്ചെങ്കിൽ നമ്മുടെ ജീവനെ എത്രമാത്രം അപ്പൻ സ്നേഹിക്കുന്നുണ്ട്, എത്രമാത്രമാണ് അപ്പൻ സ്നേഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ പുത്രൻ വഴി നമുക്ക് വേണ്ടുന്നതെല്ലാം തരില്ലേ? തരുമെന്നുള്ള ഒരു വിശ്വസിച്ച് കൈവയ്ക്കുകയും സ്വപുത്രൻ വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം, യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം ആര് തരും? അപ്പൻ തരും. നമുക്ക് ആവശ്യമുള്ളതെല്ലാം അപ്പൻ തരും. എഫേസ്യസ് 3:20 പറയുന്നില്ലേ, അത് ഞാൻ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തരാൻ കഴിവുള്ള അവിടുത്തേക്ക് സഭയിലും യേശു ക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. കാരണം ഞാൻ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തരാൻ എൻ്റെ അപ്പന് കഴിയും. വിശ്വസിക്കുന്ന ഒരു കൈപൊക്കി ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് അനേകം മക്കളുടെ മുഖം കാണുമ്പോൾ എനിക്കറിയാം, ഓരോ ദിവസങ്ങളിലും കണ്ണുനീരോടെയാണ് അവർ എഴുന്നേൽക്കുന്നത്. ഇന്നത്തെ പ്രഭാതം ഒന്ന് കടത്തിവിടാൻ വല്ലാണ്ട് പാടുവിടുന്ന ഒരു സമൂഹം. സന്ധ്യയാകുമ്പോൾ എത്രയും വേഗം ഈ ഇരുട്ടെന്ന് മാറി ഒന്ന് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന അനേകം മക്കളുണ്ട്. അവരുടെ ജീവിതത്തിൽ വല്ലാത്ത വേദനകളും നൊമ്പരങ്ങളും കൊണ്ട് നിറയുമ്പോൾ അറിയാതെ നമ്മുടെ ഈ വിശ്വാസമൊക്കെ ചോർന്നു പോകും.
ദൈവമുണ്ടോ എന്ന് പോലും നമ്മൾ അറിയാതെ ചോദിച്ചു പോകും. ദൈവമുണ്ടോ? ദൈവം ഇത് കാണുന്നില്ലേ? എത്ര കാലമായി പ്രാർത്ഥിച്ചു, എത്ര കാലം കൊണ്ടേ ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരയില്ല, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് ഉത്തരയില്ല. പലപ്പോഴും വിശ്വാസം ചോർന്നുപോയി തകർന്ന് ഒരു മുറിക്കുള്ളിൽ ഒറ്റയ്ക്കിരുന്ന് ഏകാന്തതയിൽ കരയുന്ന അനേകം മക്കളുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത് കൊണ്ടും, വേദനയുടെ നടുവിൽ ഒറ്റപ്പെട്ടു പോയത് കൊണ്ടും, സഹനത്തിന്റെ തീച്ചൂളയിൽ വെന്തുരുന്നത് കൊണ്ടും, രോഗത്താൽ തളർന്നിരിക്കുന്നത് കൊണ്ടും നമ്മൾ പലപ്പോഴും അറിയാതെ ഈ സങ്കീർത്തകനൊപ്പം ചോദിച്ചു പോകും, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ടാണ് നീ എന്നെ കൈവിട്ടത്? ഇന്ന് നമ്മുടെ ചോദ്യത്തിന് മുഴുവനും ഉത്തരം കിട്ടിയിട്ട് മാത്രം ഇവിടുന്ന് പോകണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോ വന്നത്, ഈശോ ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകനിലൂടെയും പല പ്രവാചകന്മാരിലൂടെയും ദൈവം വെളിപ്പെടുത്തി കൊടുത്തു, ഒരുവൻ വരും, ഒരു രക്ഷകൻ വരും. ആ രക്ഷകൻ വന്നാൽ നമ്മുടെ കവിൾത്തടത്തിലൂടെ ഒഴുകുന്ന കണ്ണുനീരിനെ അവൻ തുടച്ചു മാറ്റും. അവൻ നമ്മളെ ആശ്വസിപ്പിക്കും. നമ്മുടെ രോഗങ്ങളും ദുരിതങ്ങളും അവൻ എടുത്തു മാറ്റും. നമ്മുടെ ബന്ധനങ്ങളെ അവൻ തകർക്കും. നമുക്ക് വേണ്ടുന്ന ആനന്ദവും സന്തോഷവും സമാധാനവും തരാൻ ഒരു രക്ഷകൻ നമുക്ക് വേണ്ടി പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തിയ ആ പ്രവചനം ഇന്ന് പൂർത്തിയാകുന്ന ദിവസമാണ്. ഈ മണിക്കൂറിൽ നമുക്ക് നമ്മുടെ രക്ഷകനെ കാണാൻ പറ്റണം, നമ്മുടെ ഈശോയെ നമുക്ക് കാണാൻ പറ്റണം. അരികത്തിരിക്കണം, ചാരത്തിരുത്തിക്കൊണ്ട് പറയണം, അപ്പാ തളർന്നുപോയി, അപ്പാ ഞാൻ തളർന്നുപോയി, വെയിലേറ്റു വാടുന്നവനെ പോലെ ഞാൻ തളർന്നുപോയി, എന്നെ ഒന്ന് ചേർത്ത് നിർത്താമോ? എൻ്റെ സങ്കടത്തിലേക്ക് നിനക്കൊന്ന് ഇറങ്ങി വരാമോ? എൻ്റെ വേദനയിലേക്ക് നിനക്കൊന്ന് ഇറങ്ങി വരാമോ? എൻ്റെ ദുഃഖത്തിലേക്ക് നിനക്കൊന്ന് ഇറങ്ങി വരാമോ? മക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തെ ചോദിക്കുമെങ്കിൽ അവൻ എന്ന് നമുക്ക് സമീപസ്ഥനാണ്. അവൻ എന്ന് നമ്മുടെ പക്കലേക്ക് വരും. അവൻ എന്ന് നമ്മളെ തൊടും. നമ്മുടെ കവിളിലൂടെ ഒഴുകുന്ന കണ്ണുനീരിനെ അവൻ തുടച്ചു മാറ്റും. ഹല്ലേലൂയാ, ചൊല്ലി പറയാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോ ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ 61:2-4 വരെയുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്: ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും, തടവുകാർക്ക് മോചനം, ബന്ധിതർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനും, കർത്താവിന്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും, വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും, അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാലിവും, വിലാപത്തിന് പകരം ആനന്ദത്തിന്റെ തൈലവും, തളർന്ന മനസ്സുകൾക്ക് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും, പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും, നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും, തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. പ്രവാചകൻ വഴി അരുളി ചെയ്ത ഈ വചനം ഇന്ന് നിവർത്തിയാകാൻ ലൂക്കാ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ മനസ്സിലാവും. കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. പുസ്തകമടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവനിരുന്നു. സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ വചനം ഇന്ന് നിവൃത്തിയാകുകയാണ്. ഹല്ലേലൂയാ, ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ വചനം നിവർത്തിക്കുകയായിരിക്കുകയാണ്. കാരണം അന്ന് പ്രവാചകന്മാരിലൂടെ പ്രവചിച്ച അതേ ദൈവം വചനമായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന സമയമാണ്. അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, ബന്ധിതർക്ക് മോചനവും നൽകാൻ ഇന്ന് ഈ ആലയത്തിൽ അവൻ നമ്മുടെ പക്കലേക്ക് നടന്നിറങ്ങുന്ന സമയമാണ്. ഹല്ലേലൂയാ, ചൊല്ലി പറയാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവൻ വന്നത് സാധാരണ മനുഷ്യന്റെ മുമ്പിലേക്കാണ്, വേദനിക്കുന്നവന്റെ മുമ്പിലേക്കാണ്, കണ്ണുനീരൊഴുക്കുന്നവന്റെ മുമ്പിലേക്കാണ്, തളർന്നവന്റെ മുമ്പിലേക്കാണ്, രോഗികളുടെ ഇടയിലേക്കാണ്, ബന്ധിക്കപ്പെട്ടവന്റെ ഇടയിലേക്കാണ്, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവന്റെ ഇടയിലേക്കാണ് ഈശോ ഇറങ്ങി വന്നത്. അങ്ങനെയെങ്കിൽ തളർന്നിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും അവൻ വരില്ലേ? വരുമോ? ചൊല്ലി പറഞ്ഞേ, വരുമോ? കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, വരുമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ പറയട്ടെ, ഈ ദേവാലയത്തിൽ ഇപ്പോൾ ഇരിക്കുമ്പോൾ അനേകം മക്കൾ മനസ്സ് തളർന്നിരിപ്പുണ്ട്. കാലങ്ങളായി പ്രത്യാശ നഷ്ടപ്പെട്ട ഈ മക്കൾക്ക് തരുന്ന ഒരു ഉത്തരമാണ് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ബെത്സയിദ കുളക്കടവിൽ ഒരു തളർവാദ രോഗി തളർന്നു കിടപ്പുണ്ട്. നമ്മളെപ്പോഴും വായിക്കുന്ന, മനസ്സ് നീറി 38 വർഷം തളർന്നുപോയി ഈ മനുഷ്യൻ. ജീവിതത്തിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ട് ആരുമില്ലാതെ ഏകാന്തതയിൽ ഒരൊറ്റ
കുളക്കടവിൽ കടക്കുമ്പോൾ ഈ മനുഷ്യന്റെ ചുറ്റുപാടും ഒരു സ്നേഹിതരെ പോലും ഈ മനുഷ്യൻ കണ്ടിട്ടില്ല. ഈശോ ഈ മനുഷ്യന്റെ മുമ്പിലേക്ക് നടന്നു വരുമ്പോൾ ഈശോ ചോദിക്കുകയാണ്, നിനക്ക് സുഖപ്പെടാൻ ആഗ്രഹമുണ്ടോ? അപ്പോൾ ഈ മനുഷ്യന്റെ മറുപടി എന്താണെന്നറിയാമോ? എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരും ഇല്ല. കണ്ടോ അവന്റെ സങ്കടം? കണ്ടോ അവന് സുഖപ്പെടുന്നതിനേക്കാൾ അവൻ ചുറ്റുപാടേക്ക് നോക്കി തന്നെ സ്നേഹിക്കുന്നവരോ തന്നെ പരിചരിക്കുന്നവരോ ഒരു സാന്ത്വന വാക്ക് പറയാനോ എൻ്റെ കൂടെ നിന്നിരുന്ന് പരിചരിക്കാനോ ഒരു നല്ല വാക്ക് പറയാനോ ആരുമില്ലാതെ 38 വർഷം കടന്ന ഈ തളർവാദ രോഗി 38 വർഷം കടന്നു. ഉറ്റവരില്ല, ഉടയവരില്ല, ഒരുന്ന് സഹായിക്കാൻ ആരുമില്ലാതെ ഏകാന്തതയിൽ മനസ്സ് കഴിച്ച് തളർന്നിരുന്ന ഈ 38 വർഷമായി മനുഷ്യന്റെ പക്കലേക്ക് നടന്നു വന്ന അതേ ദൈവം തന്നെയാണ് ഇന്ന് നമ്മുടെ പക്കലേക്ക് വരുന്നത്. അനേകം വർഷങ്ങളായി തളർന്നിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. മനസ്സ് തളർന്നാൽ ശരീരം തളരും. ഉറ്റവരും ഉടയവരുമില്ലാതെ ഏകാന്തതയിൽ ഒരു ജനക്കൂട്ടത്തിന്റെ ഇടയിലാണെങ്കിലും ഏകാന്തവാസം നയിക്കുന്ന അനേകം ദുഃഖമുള്ള മക്കൾ ഈ ആലയത്തിലുണ്ട്. അനേകം കണ്ണുനീരുള്ള മക്കൾ ഈ ആലയത്തിലുണ്ട്. ഒറ്റപ്പെട്ടു പോയ ജീവിതങ്ങൾ ഈ ആലയത്തിലുണ്ട്. ഒരു കുടുംബത്തിലും സമൂഹത്തിലും ഏത് മേഖലയിലും ഒറ്റയ്ക്കാണ്. ഒരു സഹായത്തിന് ആരുമില്ല, ഒരു സ്വാന്തനം പറയാൻ ആരുമില്ല, ഒരു നേരത്തെ കണ്ണുനീർ തുടച്ചു മാറ്റാനോ ഒരു നല്ല വാക്ക് പറയാനോ ആരുമില്ലാതെ ഒരു ഭവനത്തിനുള്ളിൽ ഒരു സമൂഹത്തിനുള്ളിൽ ഒറ്റപ്പെട്ട് തളർന്നു കിടക്കുന്ന അനേകം തളർവാദ രോഗികളുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞോ, 38 വർഷമായി ആരുമില്ലാത്തവന്റെ മുമ്പിലേക്ക് കടന്നു വന്ന അതേ ദൈവം നിന്റെ ജീവിതത്തിലും വരും. 38 വർഷമായി തളർന്നു കിടന്ന ആ മനുഷ്യന്റെ മുമ്പിലേക്ക് വന്ന ആ ദൈവം തന്നെ കാലത്തിന്റെ പൂർണ്ണതയിൽ സമയത്തിന്റെ പൂർണ്ണതയിൽ നിന്റെ മുമ്പിലേക്ക് വന്ന് നിന്റെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റി അവൻ പറയുന്ന അതേ വചനം തളർവാദ രോഗിയോട് പറയാണ്, ധൈര്യമായിട്ടിരിക്കുക. അവൻ പറയുന്ന വചനം എന്താണ്? ധൈര്യമായിട്ടിരിക്കുക. ഒരു തളർന്നു കിടക്കുന്ന മനസ്സിന് ഈശോ തരുന്നൊരു വചനമാണ്, നീ ധൈര്യമായിട്ടിരിക്കുക. നിന്റെ തളർച്ചകൾ എത്ര വർഷമാണെങ്കിലും, നിന്റെ കണ്ണുനീർ എത്ര വർഷമായെങ്കിലും, നിന്റെ രോഗം എത്ര വർഷമാണെങ്കിലും, നീ ഒറ്റപ്പെട്ടു പോയിടം എത്ര വർഷമാണെങ്കിലും, മറ്റുള്ള മുമ്പിൽ നീ ഏകാന്തതയിൽ കഴിയുന്നുവെങ്കിലും നിന്റെ സമയത്തിന്റെ പൂർണ്ണതയിൽ നിന്നെ സന്ദർശിക്കാൻ ഒരു 33-കാരൻ വരും. അവൻ നിന്റെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റും. നിന്റെ തളർന്നു കിടക്കുന്ന മനസ്സിനെ അവൻ ബലപ്പെടുത്തും. നിന്റെ ശരീരത്തെ അവിടുന്ന് കരം താങ്ങി ഉയർത്തെഴുന്നേൽപ്പിക്കും. ആരുടെ മുമ്പിലും ഉയർന്നു നിൽക്കാൻ കഴിയുന്ന തരത്തിൽ ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. 38 വർഷം തളർന്നു കിടന്ന ഈ തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ അതേ ദൈവം ഇന്ന് ഈ നിമിഷം നിന്റെ ജീവിതത്തിലേക്ക് വിളിച്ചോ, അവൻ വരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവിടുന്ന് തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു. വിറയ്ക്കുന്ന കാൽമാട്ടുള്ളവർക്ക് അവിടുന്ന് ബലം നൽകുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവൻ, യേശുവിൽ ആശ്രയിക്കുന്നവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയാ. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതിനകത്തില്ലേ അനേകം മക്കളുണ്ട്. ഒരു കുടുംബത്തിലാണ് താമസിക്കുന്നത്. പക്ഷെ ആ കുടുംബത്തിൽ താമസിക്കുമ്പോഴും ആരുടെ ഒരു പരിഗണനയില്ല. ജീവിതകാലം മുഴുവനും ഒരു കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചു. ഒരു കുടുംബത്തിന് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുത്തു. അവസാനം ഒരു സ്നേഹ പരിഗണന പോലും കിട്ടാതെ അമർഷങ്ങളും ദേഷ്യവും കുത്തുവാക്കുകളും മുറിപ്പാടുകളും കൊണ്ട് വേദനിച്ച് നിൽക്കുമ്പോൾ, ഒരിട്ട് സ്നേഹം പോലും തരാതെ എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ തനിച്ചിരുന്ന് കരയുന്ന അനേകം പേരില്ലേ? എനിക്കറിയാവുന്ന അനേകം പേരുണ്ട്. അനേകം പേർ ഒരു വീട്ടിലാണ് താമസം. എല്ലാ സൗകര്യങ്ങളുമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. പക്ഷേ ആ വീട്ടിനുള്ളിൽ ഒരു ഏകാന്തതയിൽ തടവുകാരിയെ പോലെ കഴിയുന്ന അനേകം മക്കളുണ്ട്. അവരുടെ കണ്ണുനീർ ഒരുപക്ഷെ ആരും കണ്ടിട്ടുണ്ടാവില്ല. അവരുടെ വേദനകൾ കേൾക്കാൻ ആരും ഉണ്ടാവില്ല. ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, ഒന്നിച്ചാണ് ജോലി ചെയ്യുന്നത്, ഒരു സമൂഹത്തിലേക്കാണ് ഇറങ്ങി വന്നത്, ഒന്നിച്ചാണ് ശുശ്രൂഷ ചെയ്യുന്നത്. പക്ഷേ ആ കണ്ണുനീര് കാണാൻ ഈ ലോകത്തിൽ ആരും ഇല്ലെന്നേ. അവന്റെ സങ്കടങ്ങൾ കേൾക്കാൻ ഈ ലോകത്തിൽ ആരുമില്ലെന്നേ. അവന്റെ വേദനകളൊന്ന് മനസ്സിലാക്കാൻ ആരുമില്ലെന്നേ. ഒരു ജീവിതകാലം മുഴുവനും ഒരു കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് ഒരു കറിവേപ്പല പോലെ പറക്കി എറിയുമ്പോൾ ഒറ്റക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഒരു സ്വാന്തന വാക്ക്, ഒരു നല്ല വാക്ക് ആരിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെ തളർന്നു പോയ അനേകം മക്കൾക്ക് ഇന്ന് ബെസയ്ദ കുളക്കടവിൽ 38 വർഷം തളർന്നു കിടന്ന അതേ ദൈവം നിങ്ങളെ കാണും. ആർക്കും നിങ്ങളെ വേണ്ടെങ്കിൽ അവന് നമ്മളെ വേണം. എന്താണെന്നറിയാമോ? അവന്റെ ജീവനാണ് കഴുകുമരത്തിൽ കൊടുത്തത്. അവന്റെ രക്തമാണ് നമുക്ക് വേണ്ടി ഒഴുകിയത്. അവനാണ് നമുക്ക് വേണ്ടി സഹിച്ചത്. അവനാണ് നമുക്ക് വേണ്ടി തളർന്നത്. അവനാണ് നമുക്ക് വേണ്ടി നിലവിളിച്ചത്. അവനാണ് ചങ്ക് പൊട്ടി അപ്പന്റെ മുമ്പിൽ നിലവിളിച്ചത്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ ആശ്വാസത്തിന് വേണ്ടി, നമ്മളെ സ്വാന്തനപ്പെടുത്താൻ
ഒരുവൻ മാത്രമേ ഉള്ളൂ, അവൻ്റെ പേരാണ് ഈശോ. അവൻ കഴുകുമരത്തിൽ തൂങ്ങി നമുക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിന്റെ ഏകാന്തതയിലുള്ള കണ്ണുനീരും ഒറ്റപ്പെടലും സങ്കടങ്ങളും വേദനകളും അറിയുന്ന ആ ദൈവം ഇന്ന് നിന്റെ കണ്ണുനീർ തുടച്ചു മാറ്റുന്നേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവന് നമ്മളെ കളയാൻ പറ്റില്ല, അവന് നമ്മൾ ഉപേക്ഷിക്കാൻ പറ്റില്ല. നമ്മുടെ സ്നേഹിതരെന്ന് പറയുന്നവരും ഉറ്റവരെന്ന് പറയുന്നവരും ഏറ്റവും ബന്ധമെന്ന് പറയുന്നവരും ഒരുപക്ഷെ നമ്മൾ ഉപേക്ഷിക്കും. പക്ഷെ ഈശോയ്ക്ക് മാത്രം നമ്മൾ ഉപേക്ഷിക്കാൻ പറ്റില്ല. നമുക്ക് വേണ്ടി ജീവൻ കൊടുത്തവൻ ഒരുവൻ മാത്രമാണ്. നമുക്ക് വേണ്ടി രക്ഷപ്രതി തന്നത് ഒരുവൻ മാത്രമാണ്. ഇനി ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും നമ്മളിൽ നിന്ന് മാറില്ല. കർത്താവിൻ്റെ കാരുണ്യം ഒരിക്കലും നമ്മളിൽ നിന്ന് പിരിഞ്ഞു മാറില്ല. സഹനത്തിൻ്റെ തീച്ചൂളയിൽ വെന്തുരുകുന്ന നമ്മൾ പലപ്പോഴും പറഞ്ഞില്ലേ, ഞാൻ ഒറ്റയ്ക്കാണ്. അങ്ങനെ പറയുമ്പോൾ പെറ്റമ്മ മറന്നാലും എൻ്റെ കുഞ്ഞെ ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറയുന്ന ദൈവം, സഹനത്തിൻ്റെ തീച്ചൂളയിൽ നീ വെന്തുരുകുമ്പോൾ നിങ്ങൾക്കറിയാമോ, നമ്മുടെ കുഞ്ഞ് ഒരു 100 ഡിഗ്രി പനിയിൽ തളർന്നു കിടക്കുമ്പോൾ ഒരമ്മയ്ക്ക് ആ കുഞ്ഞിനെ മറ്റും മാറി നിൽക്കാൻ പറ്റുമോ? 100 ഡിഗ്രി പനിയിൽ വെന്തുരുകുന്ന ആ കുഞ്ഞിൻ്റെ മുമ്പിൽ നിന്ന് ഒരമ്മയ്ക്ക് മാറി നിൽക്കാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ സഹനത്തിൻ്റെ തീച്ചൂളയിൽ വെന്തുരുകുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ നിന്നും ഈശോയ്ക്ക് മാറി നിൽക്കാൻ പറ്റില്ല. പെറ്റമ്മ നിന്നെ മറന്നാലും അവൻ നമ്മളെ മറക്കില്ല. ഒരു സഹനത്തിന്റെ തീച്ചൂളയിൽ നമ്മൾ വെന്തുരുകുമ്പോൾ നിങ്ങൾ ഓർത്തോ, നിങ്ങളുടെ കൂടിരുന്ന് കണ്ണുനീരോടെ ചേർത്തിരുത്തുന്ന ഒരു അപ്പനാണ് നമ്മുടെ ദൈവം. പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നില്ലെങ്കിലും അവൻ നമ്മുടെ അരികത്ത് തന്നെ ഉണ്ടെന്നേ. അവൻ നമ്മുടെ അരികത്ത് തന്നെ ഉണ്ട്. അവന് നമ്മളെ ഒരിക്കലും പിരിഞ്ഞു പോകാൻ പറ്റില്ല. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കില്ല. സഹനത്തിന്റെ തീച്ചൂളയിൽ ഒറ്റയ്ക്കിരുന്ന് നീ കണ്ണുനീരൊഴുക്കുമ്പോഴും അവൻ ആ കുഞ്ഞിനെ പരിചരിക്കുന്നതിനേക്കാൾ സ്നേഹത്തോടെ അവൻ നമ്മളെ പരിചരിക്കും. അതാണ് ഈശോ. ഹല്ലേലൂയാ, ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. അവൻ വന്നത് തളർന്നവരെ ബലപ്പെടുത്തും, കണ്ണുനീരുള്ളവരുടെ കണ്ണുനീർ തുടച്ചു മാറ്റും, ഒറ്റപ്പെട്ടു പോയവന്റെ കൂടിരിക്കും, സങ്കടക്കടലിൽ മുങ്ങിയവന്റെ കൂടിരിക്കുന്ന ആ ദൈവം നമ്മുടെ ദൈവമാണ്. അവനൊരിക്കലും നമ്മളെ മറക്കാൻ പറ്റില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾക്കറിയാമോ, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഒരു കുഷ്ഠരോഗിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു കുഷ്ഠരോഗിയെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഒരു കുഷ്ഠരോഗിയുടെ പ്രശ്നം എന്താണെന്നറിയാമോ? ആ കാലഘട്ടത്തിൽ കുഷ്ഠരോഗി ജനത്തിന്റെ മുമ്പിലേക്ക് വരാൻ പറ്റില്ല. ഏകാന്തതയിൽ ഒരു മരുഭൂമിയിൽ ഒറ്റയ്ക്ക് അവൻ താമസിക്കണം. വിജന പ്രദേശത്ത് ഒറ്റയ്ക്ക് താമസിക്കണം. മനുഷ്യന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ അവർ കല്ലെറിഞ്ഞു കൊല്ലും. ആരാലും അവഗണിക്കപ്പെട്ട ഒരു ജീവിതം. ശരീരത്തിന്റെ വേദനകൾ, വെന്തുരുകുന്ന വേദനകൾക്ക് ഉപ്പരം മനുഷ്യർ കൊടുക്കുന്ന വേദന, അവജ്ഞ. അവനെ കണ്ടാൽ ആരും നോക്കാറില്ലെന്നേ. അവനിലേക്ക് ആരും നോക്കാറില്ല. പുച്ചി ചൂരി തുപ്പി ദൂരെ കൂടെ പോകും. അത്രയും അവഗണിപ്പിക്കപ്പെട്ട ഒരു മനുഷ്യൻ. അവന്റെ വേദന അവന്റെ രോഗത്തിന്റെ വേദനയല്ല. സമൂഹം അവനെ ഒറ്റപ്പെടുത്തി. സ്വന്തമെന്ന് പറയുന്നവർ, സ്വന്തക്കാരെന്ന് പറയുന്നവർ, ബന്ധങ്ങളെന്ന് പറയുന്നവർ അവനെ ഉപേക്ഷിച്ചു. ഇപ്പൊ അവനെ ആർക്കും വേണ്ട, ഒരാളിനും അവനെ വേണ്ട. ഏകാന്തതയിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ രോഗത്തിന്റെ വേദനയേക്കാൾ അവന്റെ മനസ്സിലൊരു വേദന. ആരെങ്കിലും ഈ സങ്കടത്തിൽ എൻ്റെ കൂടൊപ്പം വന്നിരുന്നൊരു സ്വാന്തന വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, ഒരിട്ടൊരു സ്വാന്തന വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ. ഏകാന്തതയുടെ നടുവിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഈ കുഷ്ഠരോഗിയുടെ ആഗ്രഹം മനുഷ്യന്റെ ഇടയിലേക്ക് നിൽക്കുന്നതല്ല, തൻ്റെ അടുക്ക് ഒരു സ്വാന്തന വാക്ക് പറയാൻ ഒരുവനെ അവനിങ്ങനെ അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷെ ആരെയും കണ്ടിട്ടില്ല. അത്രമാത്രം വേദനയോടെ ഏകാന്തതയിൽ കഴിയുന്ന ഈ കുഷ്ഠരോഗി ഒരു തീരുമാനമെടുക്കുകയാണ്. ഈശോ ഒരു മലയിൽ നിന്നിറങ്ങി വരുന്ന സമയം ഇവൻ കാത്തിരുന്നു. മരണമാണ് മുമ്പിൽ. ഏകാന്തതയുടെ നടുവിൽ രോഗത്തിന്റെ മൂർധിയാഭാവത്തിൽ എല്ലാ സ്നേഹവും എല്ലാ ഭാവവും നഷ്ടപ്പെട്ട് എല്ലാരാലും ഉപേക്ഷിക്കപ്പെട്ട് ഒറ്റയ്ക്കൊരു മരണം മാത്രമാണ് മുമ്പിൽ. അങ്ങനെ മരണം മാത്രമായി മുമ്പിൽ കണ്ട ഈ കുഷ്ഠരോഗി ഓടി ചെല്ലുകയാണ് ഈശോയുടെ മുമ്പിലേക്ക്. എന്നിട്ട് താണു വീണിട്ട് പറഞ്ഞു, അപ്പാ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ പറ്റും. പ്രതീക്ഷകളൊന്നുമില്ല. ഈ നിൽക്കുന്ന ജനം തന്നെ എന്നെ കല്ലെറിയും. ഇവരുടെ മുമ്പിൽ ഞാൻ മരിച്ചു വീഴും. ഇതിൽ ആരും എന്നെ സ്നേഹിക്കാനില്ല. ഇതിൽ എൻ്റെ ബന്ധങ്ങളുണ്ട്, എൻ്റെ സ്വന്തങ്ങളുണ്ട്, ഇന്നലകളിൽ എൻ്റെ കൂടെ നടന്നവരുണ്ട്. അവരെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിട്ടും പക്ഷേ ഇവർക്ക് ആർക്കും ഇന്നെന്നെ വേണ്ട. ഇന്നെന്നെ വേണ്ടാത്തത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു മരണം പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ നിന്റെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തിയിരിക്കുകയാണ്. നിനക്കും എന്നെ വേണ്ടേ? അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ പറ്റും. കണ്ണുനീരോടെ താണു വീണവൻ പറഞ്ഞു, അപ്പാ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ പറ്റും. ഒറ്റപ്പെട്ടു പോയ, കണ്ണുനീരുള്ള, രോഗം ബാധിച്ച, ഏകാന്തതയിൽ കഴിയുന്ന, മരണം കാത്തു കിടക്കുന്ന ഒരുവന്റെ പ്രതീക്ഷയാണ് ഈശോ. ഈശോ അവനോട് പറഞ്ഞെന്താണെന്നറിയാമോ? എനിക്കും മനസ്സുണ്ടെങ്കിലെന്നോ. ഈശോയുടെ വാക്കെന്തറിയാമോ? എനിക്കും മനസ്സുണ്ടെങ്കിലെന്നോ. അതിനാടാ ഞാൻ വന്നത്.
അതിനാ ഞാൻ വന്നത്. ഈശോ അവനെ തൊട്ടു എന്നല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്, കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ആരും ചെയ്യാത്ത പ്രവൃത്തി. നീ ഒറ്റപ്പെട്ട് ഏകാന്തതയിൽ അഴുകപ്പെട്ട് നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് തകർന്ന് കിടക്കുമ്പോ, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുമ്പോ, ആ വേദനയുടെ നടുവിൽ നിന്നെ ആശ്വസിപ്പിക്കാൻ കടന്നു വരുന്നത് ഒരു കുഷ്ഠരോഗിയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ഈശോയ്ക്ക് നിന്നെ ചുംബിക്കാൻ പറ്റും. നിന്റെ കണ്ണുനീർ തുടച്ചു മാറ്റാൻ പറ്റും. നിന്റെ വേദനകൾ എടുത്തു മാറ്റാൻ പറ്റും. നിന്റെ സങ്കടക്കടലിലേക്ക് ഇറങ്ങി വരാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഇതിന് ഉള്ളിലിരിപ്പുണ്ട് ഏകാന്തതയിൽ കഴിയുന്ന മക്കൾ, ഏകാന്തതയിൽ രോഗങ്ങൾ ബാധിച്ച മക്കൾ, ചില അപ്പച്ചന്മാർ, ചില അമ്മച്ചിമാർ, ചില സഹോദരങ്ങൾ, ചില കുഞ്ഞുങ്ങൾ ആരാലും ഒരു പരിഗണന ലഭിക്കാതെ ഒരു മുറിക്കുള്ളിലായിരിക്കും കിടക്കുന്നത്. ഒരു മുറിക്കുള്ളിൽ എല്ലാവരും ഉണ്ട്, പക്ഷേ അവരെ ആരും പരിഗണിക്കാറില്ല. അവർക്കൊരു പരിചരണം കിട്ടാറില്ല, ഒരു സ്വാന്തന വാക്ക് കൊടുക്കാറില്ല. രോഗത്തിൽ ഇരുളിന്റെ മറവിൽ അവർ ഞെരങ്ങുകയും മുളുകയും ചെയ്യുമ്പോൾ, ഒരു അസ്വസ്ഥതയോടെ കടന്നു പോകുമ്പോൾ അവരാഗ്രഹിക്കും ഒരു സ്വാന്തന വാക്ക് കിട്ടിയിരുന്നെങ്കിൽ, ഒരു നല്ല വാക്ക് കേട്ടിരുന്നെങ്കിൽ, ഒരു നല്ല വർത്തമാനം കേട്ടിരുന്നെങ്കിൽ. പക്ഷേ ആരും കൊടുക്കുന്നില്ലെങ്കിലും ഞാൻ പറയാ, ഏത് ഇരുളിന്റെ മറവിലും ഒറ്റപ്പെട്ട മുറിക്കുള്ളിലും ഇടനാഴികൾക്കിടയിലും ആരും അറിയാതെ അവനെ സന്ദർശിച്ച് ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേര് ഈശോ എന്നാണ്. ഉച്ചത്തി പറയാമോ? ഹാലേലുയാ. സ്വരമുയർത്തി പറ ഹാലേലുയാ. സ്വരമുയർത്തി പറഞ്ഞേ ഹാലേലുയാ. കണ്ണുനീരോടെ പറഞ്ഞേ ഹാലേലുയാ. രണ്ട് കരങ്ങളും ഉയർത്തി ഉച്ചത്തിൽ നിന്ന് വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാമോ? ഹാലേലുയാ, ഹാലേലുയാ, ഹാലേലുയാ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഇതുപോലൊരു ദൈവം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ? ഇന്നുണ്ടായിട്ടുണ്ടോ? ഇനി വരുമോ? നിന്റെ സങ്കടക്കടലിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ ചേർത്ത് നിർത്തുന്ന ഇതുപോലൊരു ദൈവം എവിടെങ്കിലും ഉണ്ടോ? ഇനി നീ ഒരു പാപിയായിരിക്കോ? ഏത് പാപത്തിന്റെ ചെളി നീ കടന്നോ? എല്ലാവരും വിധിക്കപ്പെട്ട ഒരു വിധി താളത്തിൽ നീ ഒരു പാപിയായി കടന്നാലും ഈശോയ്ക്ക് വരും. കാരണം എന്താ അറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പിടിക്കപ്പെട്ട വ്യഭിചാരി എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്. എങ്ങനെയോ പാപത്തിന്റെ പടുംകുഴിയിൽ വീണുപോയതാ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അവളുടെ ജീവിത സാഹചര്യം ഒരുപക്ഷെ ഒരു പാപത്തിന്റെ പടുംകുഴിയിലേക്കായിരിക്കാം അവളെ നയിച്ചത്. അവൾ ഉപയോഗിച്ചവർ പോലും ഒരു കൂട്ടം മനുഷ്യർ കല്ലുമായി നിൽക്കുമ്പോൾ അതിന്റെ നടുവിൽ അവൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഒറ്റയ്ക്കാണ്. പാപത്തിൽ സുഖങ്ങൾ പറ്റി അനേകം പേർ കല്ലുമായി ചുറ്റുപാട് നിൽപ്പുണ്ട്. മരണം മുഖാമുഖം കണ്ടു നിൽക്കുന്ന ഒരു പാവം പെൺകുട്ടി ജീവിതത്തിൽ എപ്പോഴും ഒരു പാപം ചെയ്തു പോയി. പിന്നീടത് അവളുടെ ജീവിതത്തിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ആ ജീവിതത്തിൽ വരുമാന മേഖലകൾ പോലും ഇല്ലെങ്കിൽ, ഞാൻ പറയും ഒരു വരുമാന മേഖല പോലും ഇല്ലെങ്കിൽ സ്വന്തം ശരീരം വിട്ടെങ്കിലും ജീവിക്കാൻ ഒരുങ്ങിയതായിരിക്കാം. എന്തായിക്കോട്ടെ, പക്ഷേ ഇന്ന് അവളെ ഉപയോഗിച്ചവരും ബന്ധങ്ങളും സ്വന്തങ്ങളും കല്ലുമായി നിൽക്കുമ്പോൾ അവക്ക് മുമ്പിൽ ഒരു 33-കാരൻ നിലത്തെഴുതി കരാറിട്ട് കൊടുത്തു. ആർക്കും വേണ്ടാത്തവളെ എനിക്ക് വേണം, ഏറ്റവും വലിയ പാപം നിറഞ്ഞവളെയും എനിക്ക് വേണം, ഒരു പാപത്തിൽ കഴിയുന്നവനെയും എനിക്ക് വേണം. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് വന്നത്, ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. അവർക്ക് വേണ്ടി ഒരു കരാർ എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, ഈ ഭൂമിയിലെ പാപികൾക്ക് വേണ്ടി ഞാൻ മരിച്ചോളാം, അവരെ വിട്ടേക്ക്. ഈ ഭൂമിയിൽ ഏത് വലിയ പാപമാണെങ്കിലും അവർക്ക് വേണ്ടി ഞാൻ മരിച്ചോളാം, അവർക്ക് വേണ്ടി പകരക്കാരനായി ഞാൻ മരിച്ചോളാം. നിലത്തൊരു കരാർ എഴുതി കൊടുത്തിട്ട്, ഭൂമിയിൽ ഒരു കരാർ എഴുതി കൊടുത്ത് സകല പാപികളെ രക്ഷിക്കാൻ വേണ്ടി അവളുടെ ജീവിതത്തിന് മുമ്പിലേക്ക് ഇറങ്ങി നിന്നൊരു ദൈവം. ഞാൻ പറയാണ്, അവൾ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ, പാപിയെന്ന് മുദ്രകുത്തി കല്ലെറിയാൻ നിൽക്കുന്നവരുടെ മുമ്പിൽ ഒറ്റപ്പെട്ടവളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് പറയാണ്, അവളെ ആരും തുടരുത്. അത്രയും ശക്തിയോടെ ഒരു കൂട്ടം മനുഷ്യരുടെ കൂട്ടത്തിൽ കൂടാതെ ഒറ്റപ്പെട്ടവനുള്ള കൂട്ടത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, അവളെ വിട്ടേക്ക്. നിങ്ങൾക്കറിയാമോ, കാൽവരി മലയുടെ കരിമാറത്തിൽ, ആ കാൽവരി മലയുടെ വിരിമാറത്തിൽ കഴുകുമരത്തിൽ ഈശോ മരണവേദന അനുഭവിച്ച് കിടക്കുമ്പോൾ അതിന് തൊട്ട് താഴെ ഒരു പോറൽ പോലും ഇല്ലാതെ ഒരു പെൺകുട്ടി നിപ്പുണ്ട്. ഒരു പോറൽ പോലും ഇല്ലാതെ ഒരു പെൺകുട്ടി നിപ്പുണ്ട്. ഈശോ പാപം നിറഞ്ഞവരെ തേടിയെത്തിയ ദൈവമാണ്. പാപത്തിൽ കഴിയുന്നവരെ തേടിയെത്തിയ ദൈവമാണ്. അവൻ വന്നത് നീതിമാന്മാരെ രക്ഷിക്കാനല്ല. പാപം നിറഞ്ഞ ജീവിതങ്ങൾ, എത്ര വലിയ പാപത്തിൽ നമ്മൾ കടന്നു, ഈശോ പറയാണ്, നിന്റെ പാപങ്ങൾ ഞാൻ മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കിക്കൊള്ളാം, ഞാൻ മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കിക്കൊള്ളാം. അവളുടെ പാപങ്ങൾ ഞാൻ എടുത്തുകൊള്ളാം. നിങ്ങൾ പൊയ്ക്കോ, നിങ്ങളിൽ പാപമില്ലാത്തവർ
അവിടെ കല്ലെറിയട്ടെ. ഒരു വിധി പ്രസ്താവന നടത്തിയല്ല യഥാർത്ഥത്തിൽ ഈശോ. ഒറ്റപ്പെട്ടു പോയ ഈ ജീവിതത്തിന്റെ മുമ്പിൽ മരണം പോലും എരന്ന് കിട്ടാവുന്ന അവളുടെ ജീവിതത്തിന്റെ മുമ്പിൽ മരണം എരന്ന് വാങ്ങിക്കൊണ്ടൊരു ചെറുപ്പക്കാരൻ പിന്നീട് നോക്കുമ്പോൾ അവളുടെ ശരീരത്തിൽ വീഴേണ്ട കൽക്കൂനകൾ മുഴുവനും ഈശോയുടെ ശരീരത്തിലെ മുറിവുകളിലേക്ക് നോക്കിയാൽ കാണാം. അതിനേക്കാൾ ഉപരി വേദനകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ ഈശോ നടന്നു നീങ്ങിയത് കാൽവരി മലയുടെ വിരിമാറിലേക്കാണ്. ഞാൻ പറയാണ്, നമ്മൾ പലപ്പോഴും പാപികളെന്ന് മുദ്രകുത്തി പലരെയും തീണ്ടാപ്പാടകലെ നിർത്തുമ്പോൾ ഈശോയ്ക്ക് അവരെ വേണം. ഈശോ വന്നത് അവരെ തേടിയിട്ടാണ്. ഈശോ വന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്. എത്ര വലിയ പാവിയെന്ന് ആരെല്ലാം പറഞ്ഞാലും ഈശോ പറയും, അവനെ എനിക്ക് വേണം. നീതിമാന്മാരെ തേടിയിട്ടാണോ ഈശോ വന്നത്? ആണോ? നീതിമാന്മാരെ തേടിയിട്ടാണോ വന്നത്? അല്ല, ഈശോ വന്നത് പാപികളെ തേടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളെ ആരെങ്കിലും പാപി എന്ന് മുദ്ര കുത്തിയാലും, ഏത് പാപത്തിന്റെ ചെളിക്കൂനയിൽ നിങ്ങൾ കടന്നാലും അവന്റെ രക്തമൊഴുക്കി നമ്മളെ കഴുകി ഇപ്പോൾ വിശുദ്ധരെന്ന് പറയുന്ന, നീതിമാന്മാരെന്ന് പറയുന്ന ജനത്തിന്റെ മുമ്പിൽ പരമവിശുദ്ധിയോടെ നിർത്താൻ കഴിവുള്ളവനാണവൻ. അവൻ തരുന്ന വിശുദ്ധി ലോകത്തിന്റെ വിശുദ്ധിയല്ല. അവൻ തരുന്ന വിശുദ്ധി, ഏറ്റവും വലിയ പാപിക്ക് കൊടുക്കുന്ന വിശുദ്ധി, പരമമായ വിശുദ്ധി, ദൈവത്തിന് തുല്യമാകുന്ന വിശുദ്ധിയാണ്. ഇന്ന് നമ്മൾ പാപികളെന്ന് മുദ്ര കുത്തി കളയുന്ന ഓരോ മക്കളെയും ഈശോ തൊട്ട് കഴുകിയാൽ അവരെ നമ്മൾ തൊട്ടുമുത്തും. അങ്ങനെ ഇന്നും തൊട്ടുമുത്തുന്നുണ്ട്. നമ്മുടെ ഈ ആലയത്തിന് ചുറ്റും ഇരിക്കുന്ന ഓരോ വിശുദ്ധരെ എടുത്ത് നോക്കിക്കേ. ഒരു സമയത്ത് പാപികളായിരുന്ന ഈ മനുഷ്യരെ ഇപ്പൊ നമ്മൾ മുട്ടുകുത്തുന്നത് എന്താ അറിയാമോ? തൊട്ടുമുത്തുന്നത് എന്താ അറിയാമോ? അവനെ വിശുദ്ധീകരിക്കാൻ കഴുകുമരത്തിൽ ഒരുത്തൻ കയറി ആ രക്തം കൊണ്ട് കഴുകി അവന്റെ ഹോളി കൊണ്ട് നിറച്ചപ്പോ ഇന്നലകളിൽ പാപികളായിരുന്ന ഈ മനുഷ്യർ ഇന്ന് പരമ പരിശുദ്ധരായി. അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പാപത്തിന്റെ ചെളിക്കൂനയിൽ കടന്നൊരു ചെറുപ്പക്കാരനാണ്. പെറ്റമ്മ പോലും നൊന്ത് കരഞ്ഞു അവന് വേണ്ടി. കാരണം അവന്റെ മ്ലേച്ഛ പ്രവൃത്തിയും പാപവും കണ്ടുകൊണ്ട് എല്ലാവരാലും വെറുക്കപ്പെട്ട ഈ ജീവിതത്തെ തേടിയെത്തിയത് 33 വർഷം ഒരു പ്രാർത്ഥന കൊണ്ട് കാത്തിരുന്നപ്പോ ഒരു 33കാരൻ നടന്നെടുത്തു അവന്റെ മുമ്പിലേക്ക്. ഇന്ന് നമ്മൾ തൊട്ടുമുത്തുന്ന ആ അഗസ്ത്യൻ, ആ പരമപരിശുദ്ധനായത് പാപത്തിന്റെ ചെളികളെ സ്വന്തം രക്തം കൊണ്ട് കഴുകി പരിശുദ്ധിയുടെ പരമകോടിയിലേക്ക് ഉയർത്താൻ ഒരു 33കാരൻ ഇറങ്ങിയത് കൊണ്ടാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എത്രമാത്രം പാപത്തിന്റെ ചെളിക്കൂനയിൽ നമ്മൾ കടന്നാലും, ഏത് പാപത്തിൽ നമ്മൾ നകർന്നാലും, നമ്മളെ കഴുകി വിശുദ്ധീകരിക്കാൻ അവൻ വരും. അവൻ വന്ന് നമ്മളെ തൊട്ടാൽ നമ്മൾ വിശുദ്ധരാകുന്നേ. ഒറ്റപ്പെട്ടു പോകുന്ന നമ്മുടെ ജീവിതത്തിൽ, പാവികളെന്ന് മുദ്ര കുത്തിയ നമ്മുടെ ജീവിതത്തിൽ ആ 33കാരൻ ഒന്ന് വരാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അവനെ ഒന്ന് വിളിച്ചാൽ മതി. അവൻ വരും. അവൻ വന്നത് പാപികളെ തേടിയിട്ടാണ്. ഹല്ലേലൂയാ. 2 കരങ്ങളും ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയെ ആരാധന, 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 ആരാധന. ശക്തിയോടെ സ്തുതിച്ചേ. ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഇന്ന് കരങ്ങൾ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവള് ജീവിത പങ്കാളി വിദേശത്താണ്. 2 മക്കളുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ മകൾക്ക് ഒരു തെറ്റായ ബന്ധത്തിൽ യാദൃശ്ചികമായി വീഴേണ്ടി വന്നു. ഒരു പാപത്തിന്റെ അടിമത്തത്തിലേക്ക് അവൾ നീങ്ങേണ്ടി വന്നു. ജീവിത സാഹചര്യത്തിലാണ്. ഭീഷണിയും അതിൻ്റെ പിന്നിൽ ഒത്തിരി പ്രലോഭനങ്ങളുമൊക്കെ ഉണ്ടായപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഈ പെൺകുട്ടിയിൽ ഒരു പ്രലോഭനമുണ്ടായി. അവൾ ആ ഫസ്റ്റ് ദിവസം തന്നെ പിടിക്കപ്പെട്ടു. ജീവിത പങ്കാളിയെ ആ നടന്നതിലും വലിയ കാര്യങ്ങളായിട്ട് ജീവിത പങ്കാളിയെ വിളിച്ചറിയിച്ചു ദേശവാസികൾ. സ്വന്തങ്ങളും ബന്ധങ്ങളും അവളെ ഒരു മുറിക്കത്തൊട്ട് പൂട്ടി. പറയാവുന്ന എല്ലാ മ്ലേച്ഛ വാക്കുകളും അവളുടെ നേരെ ഉച്ചരിച്ചു. ഡിവോഴ്സ് കൊടുക്കണമെന്ന് മാതാപിതാക്കൾ അവളുടെ ജീവിത പങ്കാളിയോട് പറഞ്ഞു. ഒരു നേരത്തെ ഒരു കൈപ്പേറിയ അനുഭവം അവളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഇവൾ ആ മുറിക്കൽ നിന്ന് കരഞ്ഞു മണിക്കൂർ കണക്കിന്. രാത്രിയുടെ യാമത്തിൽ അവളുടെ മനസ്സിൽ തോന്നിയാണ്, ഇനി ജീവിതം വേണ്ട.
ഈ ജീവിതം തീർത്തേക്കാം. കാരണം പുറത്തേക്കിറങ്ങിയാൽ ഒരു കൂട്ടം മനുഷ്യർ പരിഹസിക്കാനുണ്ട്. ഒരു സമാധാനം ഇനി എൻ്റെ ജീവിതത്തിൽ കിട്ടില്ല. എൻ്റെ ജീവിത പങ്കാളിക്ക് എന്നും ഒരു അവിശ്വാസത ഉണ്ടായിരിക്കും. എൻ്റെ മക്കളുടെ മുമ്പിലേക്ക് ഇനി ചെല്ലാൻ പറ്റില്ല. അങ്ങനെ വേദനയോട് അവൾ രാത്രിയുടെ യാമത്തിൽ ഒരു ബ്ലേഡ് എടുത്ത് സ്വന്തം കൈ കട്ട് ചെയ്ത് മരിക്കാൻ തുടങ്ങുമ്പോൾ ആ മേശപ്പുറത്ത് എൻ്റെ ഫോൺ നമ്പർ കടന്നു. അവൾ ആദ്യം ആ ഫോൺ നമ്പർ എടുത്തിട്ട് ഡയൽ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. അവളുടെ സ്വരം ഇടറി നിന്നു. മരണത്തെ മുഖാമുഖം കണ്ട് നിൽക്കുകയാണ് അവൾ. അല്പസമയം കഴിഞ്ഞാൽ ഇനി സ്വന്തമായിട്ട് അങ്ങ് മരിക്കാമെന്നാണ് അവളുടെ ആഗ്രഹം. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നത് ഒരു ബ്ലേഡാണ്. ഒരു ബ്ലേഡ് അവളുടെ കയ്യിലിരിക്കും. മറുവശത്തെ ഫോണിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഈ മകളോട് ചോദിച്ചു, മകളെ, നിന്റെ കയ്യിൽ ഒരു ബ്ലേഡ് ഇരിക്കുന്നതായിട്ട് കാണുന്നല്ലോ. അവൾ പെട്ടെന്ന് ഇത് വലിച്ചെറിഞ്ഞിട്ട് ആ മുറിക്കുള്ളിൽ മുഴുവൻ ഒരു ഭ്രാന്തിയെ പോലെ അലഞ്ഞു തിരിഞ്ഞു. എന്നിട്ട് കിടന്ന കിടക്കയും എല്ലാം വാരി എറിഞ്ഞിട്ട് വാവിട്ട് അവൾ മുടി അടിച്ചിട്ട് നിലവിളിച്ചു. എന്നിട്ട് ഫോൺ ചെയ്ത് പറഞ്ഞു, എൻ്റെ കയ്യിൽ ബ്ലേഡ് ഇരിക്കുന്നത് ബ്രദറിന് എങ്ങനെ മനസ്സിലായി? ഞാൻ പറഞ്ഞു, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം നിന്റെ മുമ്പിൽ നിൽപ്പുണ്ട്. നിന്നെ ആരെല്ലാം വിധിച്ചാലും വിധിക്കാത്തൊരു ദൈവം നിന്റെ മുമ്പിൽ നിൽപ്പുണ്ട്. അവൻ കാണിക്കാതെ എനിക്ക് കാണാനുള്ള കഴിവൊന്നുമില്ല. അവൻ നിന്നെ അറിയുന്നുണ്ടെന്നും നിന്റെ വീഴ്ചകളെ പ്രതി അവൻ അവിടെ നിൽപ്പുണ്ടെന്നും അവൻ അറിയുന്നുണ്ടെന്നും എനിക്കത് വെളിപ്പെട്ടത് കൊണ്ടല്ലേ. എന്നെ കാണിച്ചു തന്നൊരു ബ്ലേഡ് മാത്രമാണ്. പക്ഷേ നിന്റെ ജീവിതത്തിൽ നീ ഒരുങ്ങാൻ പോകുന്ന, ഈ ജീവിതം അവസാനിക്കാൻ പോകുന്ന ഈ സമയം നിന്റെ പറ്റേ ഒരുവൻ നിൽപ്പുണ്ട്. നിനക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും അവൻ നിന്റെ പറ്റയുണ്ട്. അവൻ നിന്നെ സ്നേഹിക്കുന്നു. ആർക്കും നിന്നെ വേണ്ടെങ്കിലും അവൻ നിന്നെ സ്നേഹിക്കുന്നു. അവൾ ആ ഭ്രാന്തിയെപ്പോലെ അലഞ്ഞു തിരിഞ്ഞ് കണ്ണുനീരൊഴുക്കിയതിന് ശേഷം ഈ ബ്ലേഡ് ദൂരത്തേക്ക് മാറ്റി വലിച്ചെറിഞ്ഞതിന് ശേഷം അവൾ മുഖം കഴുകി വൃത്തിയായിട്ട് പറഞ്ഞു, ഇനി എനിക്ക് ജീവിക്കണം, ഇനി എനിക്ക് ജീവിക്കണം. എന്നെ അറിയുന്ന, എൻ്റെ രഹസ്യ പാപങ്ങൾ പോലും അറിയുന്ന, എൻ്റെ സങ്കടങ്ങൾ അറിയുന്ന, എൻ്റെ ഒറ്റപ്പെടൽ അറിയുന്ന ഈ ഈശോയ്ക്ക് എന്നെ ഇത്രമാത്രം അറിയാമെങ്കിൽ എനിക്കിതുവരെയും അവനെ മനസ്സിലായില്ല. ഇനി അവനെ മനസ്സിലാകാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞവൾ കണ്ണുനീരോടെ അന്നൊരു വിശുദ്ധ ജീവിതം ഇരിക്കാൻ ഒരുങ്ങിയതാണ്. ഇന്ന് അനേകം മക്കളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു മകളായി അവൾ രൂപപ്പെട്ടു. ഒരു വിശുദ്ധിയുടെ പരമകുടിയിൽ അവൾ എത്തി. സ്വന്തം ജീവിത പങ്കാളിയുടെ മുമ്പിൽ അവൾക്ക് ഇന്ന് എവിടെ വേണമെങ്കിലും പോകാൻ അത്രമാത്രം വിശുദ്ധിയിലാണ് അവൾ ജീവിക്കുന്നത്. ആ വിശ്വാസ ബോധ്യവും അവളെ സംശയിച്ചവർക്ക് ദൈവം കൊടുത്തു എന്നുള്ളതാണ് സത്യം. ഇന്ന് അവൾ ഒരു മാലാഖ കുട്ടിയെ പോലെയാണ്, ഒരു മാലാഖയെ പോലെയാണ് അനേകം മക്കളെ ദൈവത്തോട് അടുപ്പിക്കുന്ന ഒരു മകളായി മാറി. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പാപത്തിന്റെ കറ വീണു, ഇനി ജീവിതം വേണ്ട, ഇനി എൻ്റെ ജീവിതത്തിൽ പരാതിയും പരിഭവങ്ങളും ഉണ്ടാവും, എനിക്ക് വേദനകൾ തരുന്നവർ എൻ്റെ ചുറ്റുപാടുമുണ്ട്, അവരെന്നെ നശിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ ഓർത്തോ, നിങ്ങളുടെ മധ്യത്തിലേക്ക് വന്ന് നിങ്ങളെ ചേർത്ത് നിർത്തി പരിശുദ്ധിയുടെ പരമകോടിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ദൈവം നിങ്ങളെ അറിയുന്നുണ്ട്, നിങ്ങളെ കാണുന്നുണ്ട്. ആരെല്ലാം തള്ളിയാലും അവൻ നമ്മളെ തള്ളില്ല. ഹാലേലുയാ ചൊല്ലി പറഞ്ഞേ, ഹാലേലുയാ. രണ്ട് കരങ്ങൾ ഉയർത്തി പറയാമോ? ഹാലേലുയാ, ഹാലേലുയാ, ഹാലേലുയാ. സ്വരം ഉയർത്തി പറയാമോ? ഹാലേലുയാ. സ്വരം ഉയർത്തി പറഞ്ഞേ, ഹാലേലുയാ. രണ്ട് കരങ്ങൾ ഉയർത്തി പറയാമോ? ഹാലേലുയാ. സങ്കീർത്തനം 47. കരങ്ങൾ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കുക. ഈ കൈയടി പോരാ, ഈശോയ്ക്ക് കൊടുക്കുമ്പോൾ നല്ല ബെറ്റർ കൈയടി കൊടുക്കണം. ഹാലേലുയാ, ഹാലേലുയാ. സന്തോഷമാണോ? 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 ഈശോ ഉണ്ടോ നിങ്ങളുടെ പക്കൽ? നിങ്ങളുടെ മുമ്പിൽ ഈശോ ഉണ്ടോ? ഉണ്ടോ? കാണാൻ പറ്റുന്നവരത് കൈ പൊക്കിക്കേ. ആ, നല്ലൊരു കൈയടി കൊടുത്ത ഈശോയ്ക്ക്. ഹാലേലുയാ. ചെത്തി പറ, ഹാലേലുയാ. നിങ്ങൾക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ നല്ലൊരു കഥയാണ് ഈശോ പഠിപ്പിക്കുന്നത്. ലാസറിന്റെ കുഴിമാടം. ലാസറിന്റെ കുഴിമാടം. ലാസറിന്റെ കുഴിമാടത്തിലേക്ക് ഈശോ ചെല്ലുമ്പോൾ സ്വന്തം സഹോദരി പറഞ്ഞു, സ്വന്തം സഹോദരങ്ങൾ പറഞ്ഞു, പോകണ്ട, അങ്ങോട്ടിനി പോകണ്ട, ലാസർ മരിച്ചു. സ്വന്തം സഹോദരങ്ങൾ പറഞ്ഞു, ഈശോ 4 ദിവസം കഴിഞ്ഞ് വന്ന് പറഞ്ഞു, ഇനി അങ്ങോട്ട് പോകണ്ട, അവൻ അഴുകിത്തുടങ്ങി, ദുർഗന്ധമാണ്, ഇനി അങ്ങോട്ട് പോകണ്ട. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒന്നിച്ച് ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന് ഒരു പാത്രത്തിൽ നിന്നുണ്ട്, ഒന്നിച്ച് കളിച്ച് വളർന്ന് ഒന്നിച്ച് ജീവിച്ച് ഒന്നിച്ചിരുന്ന മക്കളാണ്. പക്ഷേ 4 ദിവസം കഴിഞ്ഞപ്പോൾ എന്തായി സംഭവിച്ചത്? വെറുത്തു, ദുർഗന്ധം, ഇനി അങ്ങോട്ട് പോകണ്ട, തീർന്നു, കല്ലറയ്ക്കുള്ളിൽ അഴുകപ്പെട്ടു.
പോകണ്ട. ആര് പോകണ്ടെന്ന് പറഞ്ഞാലും ഈശോ സ്നേഹിക്കുന്നവൻ്റെ മുമ്പിലേക്ക് എത്ര ദുർഗന്ധം വമിച്ചാലും ഈശോ ചോദിക്കും, അവനെ എവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്? അവനെ എവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്? ആ സ്ഥലത്തേക്ക് ഈശോ ചെല്ലും. എത്ര ദുർഗന്ധം വമിക്കുന്ന ജീവിതമാണെങ്കിലും, എത്ര ദുർഗന്ധം വമിക്കുന്ന ജീവിതമാണെങ്കിലും ഈശോ അവിടെ ചെല്ലും. എന്നിട്ട് പറയും, ലാസറേ പുറത്തു വാടാ, ലാസറേ പുറത്തു വാടാ. ഈ അഴുകപ്പെട്ട ജീവിതങ്ങൾ ഇന്നും ഉണ്ടെന്നേ. 1, 2, 3, 4 ദിവസമൊന്നുമല്ല. എനിക്കറിയാവുന്ന ജീവിതങ്ങളുണ്ട്. മദ്യപാനത്തിൻ്റെ അടിമത്തത്തിലായിരിക്കുന്ന ചില ജീവിതങ്ങൾ, അഴുകിത്തുടങ്ങിയ ജീവിതമാണെന്നാണ്. ചില മദ്യപിച്ച് നടക്കുന്ന വ്യക്തികളെ കുടുംബത്തിൽ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല. പ്രത്യേകിച്ച് അതിഥികൾ വരുമ്പോൾ ബോധമില്ലാതെ നിൽക്കുന്ന ഈ വ്യക്തിയെ പരിചയപ്പെടുത്താൻ ആരെങ്കിലും ആഗ്രഹിക്കുമോ? അവരെ ഒരു മുറിക്കിലോട്ട് പൂട്ടും, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടും. പാപം മദ്യപിച്ച് അബോധാവസ്ഥയിലായപ്പോൾ വായി തോന്നുന്നൊക്കെ വിളിച്ചു പറഞ്ഞ് ഒരു പരിഹാസത്തോടെ ഇങ്ങനെ നടക്കുമ്പോൾ സ്വന്തം സ്വന്തങ്ങളും പറയും, അഴുകി തുടങ്ങിയതാ, ഇപ്പൊ അടിമത്തത്തില്ല, അങ്ങോട്ട് നോക്കണ്ട, അത് പോട്ടെ, ആർക്കും വേണ്ട. ഭാര്യ വെറുത്തു, മക്കൾ വെറുത്തു, സഹോദരങ്ങൾ വെറുത്തു, നാട്ടുകാർ വെറുത്തു, വീട്ടുകാർ വെറുത്തു, എല്ലാവരും വെറുത്തു. അങ്ങനെ വെറുക്കപ്പെട്ട ഒരു വ്യക്തി മദ്യപിച്ച് അബോധാവസ്ഥയിലായി. വീട്ടിൽ കയറില്ല. അങ്ങനെ വീട്ടിൽ കയറാതെ കൈ കിട്ടുന്ന പണം മുഴുവനും മദ്യപിച്ച് ഇങ്ങനെ കളയും. പിന്നീട് എല്ലാവരോടും ദേഷ്യമായി. ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നപ്പോൾ പോലീസുകാർ വന്ന് പുറത്തേക്ക് ഇറങ്ങി മദ്യപിച്ചവരെ കാണുമ്പോൾ പോലീസുകാർക്ക് എന്തായാലും 2 തെറി പറയണം തോന്നും. അങ്ങനെ ഈ മനുഷ്യന് ഒരു തെറി പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ അയാളുടെ പോലീസുകാരൻ്റെ കോളർ SIയുടെ കോളറിന് കയറി പിടിച്ചു. എന്നിട്ടൊരു അടിയും വിട്ടുകൊടുത്തു. എന്തായിരിക്കും സ്ഥിതി? അടിയും കൊടുത്തിട്ട് ഈ മനുഷ്യൻ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി മറിഞ്ഞ് വീട്ടിൽ പോയപ്പോൾ മുറിക്കുള്ളിൽ കയറി കതകടച്ചു. തൊട്ടുപുറകെ ഒരു കൂട്ടം പോലീസുകാർ വണ്ടിയിൽ വന്നിറങ്ങി. അപ്പോൾ ഈ പെൺകുട്ടി ഫോൺ എടുത്തിട്ട് വിളിച്ചു പറഞ്ഞു, അതായത് ഒരു കൂട്ടം പോലീസുകാരാണ് വന്നിരിക്കുന്നത്, ഇവരെന്ന് കൊണ്ടുപോയാൽ ഈ മനുഷ്യനെ തകർക്കും. കാരണം SI അടിച്ച കേസ് കേട്ടല്ലേ, നിസ്സാരമായിട്ട് കളയാൻ പറ്റുന്ന കാര്യമാണോ? ഈ പെൺകുട്ടി നല്ല ശക്തമായ വേദനയിലും കണ്ണുനീരോടെ വിളിച്ചിട്ട് പറഞ്ഞു, ജീവിതം അവസാനിച്ചിരുന്നെങ്കിൽ ഒരു വേദനയ്ക്ക് ഉപരി എന്തോരം വേദനയാണ് വരുന്നത്. പോലീസുകാർ വന്ന് ഭയങ്കരമായ ഷൗട്ടിംഗ് ഒക്കെ നടത്തുമ്പോൾ ഈ മകൾ ഫോണെടുത്ത് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഈ മനുഷ്യനാണെങ്കിൽ പ്രാർത്ഥിക്കുന്നവരെ ഇഷ്ടമല്ല, വൈദികരെ ഇഷ്ടമല്ല, പള്ളി ഇഷ്ടമല്ല, കുമ്പസാരക്കൂട് ഇഷ്ടമല്ല, ഒന്നും ഇഷ്ടമല്ല. എല്ലാവരും തെറി പറയും. അപ്പോൾ ഈ പെൺകുട്ടിയാണെങ്കിൽ നല്ല പ്രാർത്ഥനയുള്ള പെൺകുട്ടിയാണ്. അവൾ പറഞ്ഞു, ഒന്ന് മരിക്കാൻ വേണ്ടിയെങ്കിലും ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കുക. അവളുടെ വേദനയിൽ നിന്നാണ് ആ സ്വരം വന്നത്. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വേളാങ്കണ്ണി മാതാവിൻ്റെ കലണ്ടർ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. ഞാൻ ഈ വേദന നിറഞ്ഞ കണ്ണുകളോടെ ഈ കലണ്ടറിലേക്കൊന്ന് നോക്കിയപ്പോൾ ഈ കലണ്ടർ മാത്രം അവിടെ ഉണ്ട്, ആ പിക്ചർ കാണുന്നില്ല. കുറേ സമയം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പുലിയെപ്പോലെ വന്ന പോലീസുകാർ എന്ത് ചെയ്തു? പൂച്ചയെപ്പോലെ തിരിച്ചുപോയി. ഈ മനുഷ്യൻ പെരയ്ക്കകത്തുണ്ട്, പിടിച്ചില്ല. അങ്ങനെ ആദ്യമായിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, ആ ബ്രദറിൻ്റെ ഫോൺ ഇങ്ങോട്ട് തരാൻ പറഞ്ഞു, ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ഈ മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, എന്നെ അവർ കൊല്ലും, എന്നെ സഹായിക്കാമോ? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? ഞാൻ എവിടെ നിന്നാൽ പോലീസുകാർ അന്വേഷിക്കും, എന്നെ പിടിക്കും. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു പ്രേരണ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ അവിടെ നിൽക്കണ്ട, എവിടെങ്കിലും ഒളിച്ചിരിക്കാൻ പറഞ്ഞു. എവിടെ ഒളിച്ചിരുന്നാലും പിടിക്കും. ഒരിക്കൽ പോലും പള്ളിയിൽ കയറാത്ത, പ്രാർത്ഥിക്കാത്ത, ദൈവാശ്രയം ഇല്ലാത്ത ഈ മകനാണ് ആദ്യമായിട്ട് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഉപാധി പറഞ്ഞു തരാമോ? അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നെന്നറിയാമോ? ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് പോകാൻ പറഞ്ഞു. ഒരിക്കൽ പോലും ധ്യാനം കൂടിയിട്ടില്ല. അപ്പോൾ ഈ മനുഷ്യൻ അന്ന് രാത്രി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി. 5 ദിവസത്തെ ധ്യാനം. ഞായറാഴ്ച തുടങ്ങി, വെള്ളിയാഴ്ച ധ്യാനം തീർന്നു. വെള്ളിയാഴ്ച ധ്യാനം തീർങ്ങി ആദ്യമായിട്ട് ധ്യാനം കൂടിയാണ്. വചനം കേട്ടപ്പോൾ ഈ മനുഷ്യന് ജീവിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം.
ജീവിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ ആഗ്രഹം വന്ന ഈ മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, ധ്യാനം തീർന്നു, ഇനി ഞാൻ ഇവിടെങ്ങാനും വെച്ച് പിടിക്കപ്പെട്ടാൽ വീണ്ടും പോലീസിന്റെ കയ്യിലേക്ക് പോകും, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു പ്രചോദനം, വെള്ളിയാഴ്ചയാണ് ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞു, നേരെ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടി. ഇപ്പം എത്ര ദിവസമായി? ഏകദേശം ഒരു 10 ദിവസം. ആരുടെ കൂടെയായിരുന്നു? ഈശോയുടെ കൂടെയായിരുന്നു. ഈ മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ദൈവം കൊണ്ടുപോയ വഴികൾ വ്യത്യസ്തമായ വഴിയാണ്. 10 ദിവസത്തെ ധ്യാനം കൂടി ഈ മനുഷ്യൻ മാനസാന്തര അനുഭവത്തിലേക്ക് തിരിച്ചു വന്നു. പിന്നെ ദൈവാശ്രയത്തിലാണ് ഈ മനുഷ്യന്റെ ജീവിതം. അങ്ങനെ ഈ മനുഷ്യൻ തിരിച്ചു വരുമ്പോൾ അന്ന് സാധാ കോടതിയിൽ നിന്ന് ഇതിന് ജാമ്യം കിട്ടില്ല. ആയുധവുമായി പിടിച്ചു. പോലീസുകാരുടെ ഡ്യൂട്ടിയെ തടസ്സപ്പെടുത്തി. ഒത്തിരി കേസിട്ടാണ് ചമച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജില്ലാ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാൻ യാതൊരു സാധ്യതയില്ല. അപ്പോൾ ഈ മനുഷ്യൻ വേദനയോടെ പ്രാർത്ഥിച്ചു, ഈശോയെ എന്നെ സഹായിക്കണമേ. ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കണമെങ്കിൽ നല്ലൊരു ശതമാനം പൈസ വേണം. ആ പൈസ ഈ മകൻ്റെ ഇല്ലാത്തതുകൊണ്ട് വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾക്കറിയാമോ, ആ കേസിൽ ജില്ലാ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി. ഇന്ന് വരെ ആ കേസ് വിളിച്ചിട്ടില്ല. എന്നിട്ട് ഈ കേസ് നിൽക്കുമ്പോൾ ഈ മനുഷ്യന് പാസ്പോർട്ട് പോലും എടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ മനുഷ്യൻ്റെ പാസ്പോർട്ട് വെരിഫിക്കേഷന് ഒരന്വേഷണം പോലും ഇല്ലാതെ പാസ്പോർട്ട് കിട്ടി. ഇന്ന് വിദേശത്ത് പോയി നല്ലൊരു ജോലി ചെയ്യുന്നു. എല്ലാ ദിവസവും വിളിച്ചിട്ട് പറയും, ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ മക്കൾക്ക് നല്ലൊരു വീട് വെക്കണം, നല്ലൊരു കുടുംബം ഉണ്ടാവണം, നല്ലൊരു നല്ല രീതിയിൽ സമൂഹത്തിൽ ജീവിക്കണം, ദൈവാശ്രയത്തിൽ വളരണം, അതുകൊണ്ട് പ്രാർത്ഥിക്കണം. ഇന്നിപ്പോൾ 5 വർഷമായി. ബാധ്യതകൾ മുഴുവനും തീർന്നു. ദേശത്തേക്ക് ഈ മകൻ വന്നാൽ എന്തോ ഒരു സന്തോഷം അറിയാം. ഇങ്ങനെ മാറാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്ന മനുഷ്യൻ. ഇങ്ങനെ മാറാൻ പറ്റുമോ? നമ്മൾ ആരെങ്കിലും മാറ്റിയതാണോ? ആണോ? അഴുകപ്പെട്ട ഒതുക്കപ്പെട്ട ജീവിതങ്ങളെ തേടി ഈശോ ജീവിതത്തിൻ്റെ 4ാം യാമത്തിൽ വരും. നമ്മൾ ഇന്ന് പറയും, ഈ മദ്യപാനി ഒരിക്കലും നന്നാവില്ല, എൻ്റെ കുടുംബം തീർന്നു, എൻ്റെ സമ്പത്ത് തീർന്നു, ഞങ്ങളുടെ അഭിമാനം പോയി, ഞങ്ങളുടെ മാനം പോയി, എല്ലാം നഷ്ടപ്പെട്ടു. ഈ മനുഷ്യനൊന്ന് ചത്ത് കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കെങ്കിൽ നിങ്ങൾ ഓലിച്ച് നോക്കിയോ, ഈ മനുഷ്യനെ ഈശോയ്ക്ക് വേണം. ഈശോയ്ക്ക് ഈ മനുഷ്യനെ കളയാൻ പറ്റില്ല. ഏതൊരു മദ്യപാനത്തിൻ്റെ അടിമത്തത്തിലാണെന്ന് പറഞ്ഞാലും ആ മനുഷ്യൻ ഒരു പക്ഷേ ഇന്നലകളിലെ സങ്കടങ്ങളും വേദനകളും കൊണ്ട് അറിയാതെ ആ വേദനയൊന്ന് അകറ്റാനായിട്ട് പോയതാണ്. പക്ഷെ അതാണ് ആ മനുഷ്യന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അവിടെ ഒരു ആശ്വാസവും കിട്ടും എന്ന് ഈ മനുഷ്യന് അറിയത്തില്ല. ഒരിക്കലും ഒരു ആശ്വാസം അവിടെ കിട്ടാൻ സാധ്യതയില്ലെന്ന് അറിയാത്തത് കൊണ്ട് തൊട്ടപ്പോൾ പിന്നെ കാന്തം പോലെ വലിച്ചു അടിമത്തത്തിലേക്ക് കൊണ്ടുപോയി. അത് നിത്യപാതാളത്തിലേക്ക് കൊണ്ട് ഇപ്പോൾ അതിന് സ്വതന്ത്രനാകാൻ പറ്റുന്നില്ല. അത് സ്വയം ശ്രമിച്ചാലും പറ്റില്ല. അപ്പോൾ ഭാര്യയും മക്കളും മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാവരും പറഞ്ഞു, തീർന്നു, ഞങ്ങളുടെ ജീവിതം തീർന്നു. പക്ഷേ ഈശോയ്ക്ക് ഈ വ്യക്തി ഉപേക്ഷിക്കാൻ പറ്റില്ല. അന്ന് ഈ വിഷമങ്ങളും സങ്കടങ്ങളും ഈശോയോട് പറയാൻ ആരെങ്കിലും പ്രേരിപ്പിച്ചിരുന്നുവെങ്കിൽ ഈ മനുഷ്യൻ ഒരുപക്ഷെ മദ്യപാനത്തിന് അടിമത്തത്തിലേക്ക് പോകില്ല. അങ്ങനെ ആരും ഇല്ലാത്തത് കൊണ്ട് അറിയാതെ വീണ ഈ ജീവിതം എത്ര വർഷത്തെ പഴക്കമുണ്ടെങ്കിലും ഈശോയ്ക്ക് പുതുക്കിയെടുത്ത് പുതിയൊരു വ്യക്തിയാക്കി മാറ്റാൻ പറ്റും. ഹല്ലേലൂയാ, ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഒറ്റയ്ക്ക് ആർക്കും വേണ്ടാതെ മദ്യപാനത്തിന്റെ അടിമത്തത്തിലാണ്, കുടുംബം നശിപ്പിച്ചു. ഈ മനുഷ്യൻ കുടുംബത്തിന് ചീത്തപ്പേരാണ്, മക്കൾക്ക് ചീത്തപ്പേരാണ്, സമൂഹത്തിൽ ചീത്തപ്പേരാണ്, എല്ലാവർക്കും അപമാനമാണെന്ന് പറഞ്ഞാലും ഈ മനുഷ്യനെ ആർക്ക് വേണം? ഈശോയ്ക്ക് വേണം. നമുക്ക് വേണ്ട, പക്ഷേ ആർക്ക് വേണം? ഈശോയ്ക്ക് വേണം. ഈശോ മനുഷ്യനെ അങ്ങനെ അനേകം മക്കളെ എനിക്കറിയാം. അനേകായിരം മക്കളെ ആർക്കും വേണ്ടാതെ അഴുകപ്പെട്ട ജീവിതങ്ങളെ പുതുക്കി പണിത് പുതിയ മേഖലയിലേക്ക് കൊണ്ടുപോയി, പുതിയ ജീവിതത്തിൽ പുതിയ മേഖലകളിലേക്ക് കൊണ്ടുപോയി അനുഗ്രഹം പ്രാപിച്ച അനേകം മക്കളെ എനിക്കറിയാം. അങ്ങനെയെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഏതെങ്കിലും മക്കൾ അഴുകപ്പെട്ട് കിടക്കുന്നുവെങ്കിൽ നമുക്ക് പറയണം, ഈശോയെ എന്ന് നീ വന്ന് അവനെ സന്ദർശിക്കണം, അവളെ സന്ദർശിക്കണം, ആ ജീവിതത്തെ സന്ദർശിക്കണം. കാരണം എത്ര കാലം അഴുകപ്പെട്ട് കിടന്നാലും, എത്ര മദ്യപാനത്തിൻ്റെ അടിമത്തത്തിലാണെങ്കിലും നിനക്ക് ആ മകനെ സ്വതന്ത്രനാക്കാൻ പറ്റും. എന്തെന്നാൽ പുത്രൻ അവനെ സ്വതന്ത്രനാക്കിയാൽ യഥാർത്ഥത്തിൽ അവൻ സ്വതന്ത്രനാകും, അല്ലെങ്കിൽ അടിമത്തത്തിലായിരിക്കും. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ ഈശോ വരുവന്നേ. അത് ജീവിതത്തിൻ്റെ തകർച്ചയുടെ 1ാം യാമത്തിലല്ല, 2ാം യാമത്തിലല്ല, 3ാം യാമത്തിലല്ല, 4ാം യാമത്തിൽ അവൻ വരും. 4ാം യാമത്തിൽ വന്ന്
ആ അടിമത്തത്തിലായിരിക്കുന്ന വ്യക്തിയെ പുതിയൊരു വ്യക്തിയാക്കി മാറ്റാൻ ഈശോയ്ക്ക് പറ്റും. ഉച്ചത്തിൽ പറയാമോ ഹല്ലേലൂയാ? സ്വരമുയർത്തി പറയാമോ ഹല്ലേലൂയാ? രണ്ട് കരങ്ങൾ ഉയർത്തി പറയാമോ ഹല്ലേലൂയാ? ഇന്ന് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെ നമ്മൾ തള്ളിക്കളയുന്ന ഓരോ ജീവിതത്തെയും തേടിയിട്ടാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത്. നമ്മൾ തള്ളിക്കളയുന്ന ഓരോ ജീവിതത്തെയും തേടിയിട്ടാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത്. അങ്ങനെയെങ്കിൽ എന്നെയും നിങ്ങളെയും ഈശോ എപ്പോഴെങ്കിലും തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? 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 പറ, ഉണ്ടോ? നമ്മൾ ചോദിക്കില്ലേ, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ വരുന്ന വ്യക്തിയാണ് ബ്രദറെ, ഞാൻ നല്ല ആരാധനയിലും ബലിയിലും ഒക്കെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്, പ്രാർത്ഥിച്ച് എൻ്റെ ജീവിതം ഇന്ന് ഇങ്ങനെ ഒരു പ്രാർത്ഥനയായി മാറി. ഇപ്പം എല്ലാവരും എന്നെ കാണും പറയുന്നത്, എന്തിനാണ് നീ പള്ളിയിൽ പോകുന്നത്? ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്തായി? ഇങ്ങനെ പലരും ചോദിക്കാറില്ലേ? നമ്മളെ കണ്ട് ചോദിച്ചിട്ടില്ലേ? വീട്ടിലെ മക്കൾ ചോദിച്ചിട്ടില്ലേ, അമ്മ എന്നാത്തിനാ അമ്മ പള്ളിയിൽ പോകുന്നത്? അമ്മ പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ ആയത്, അമ്മ പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ ആയത്. അങ്ങനെ ചോദിക്കുന്ന മക്കൾ. അപ്പം അത് കേൾക്കുമ്പോൾ പറയും, സത്യമല്ലേ, സത്യമല്ലേ ബ്രദർ, എത്ര വർഷമായിട്ട് ധ്യാന കേന്ദ്രത്തിൽ വരുന്നു, എത്ര വർഷമായിട്ട് ധ്യാന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നു, എന്നിട്ടൊരു അഭിവൃദ്ധിയില്ല. പക്ഷേ ധ്യാന കേന്ദ്രത്തിൽ വരാത്ത, പള്ളിയിൽ വരാത്ത, ദൈവാശ്രയം ഇല്ലാത്ത, ദൈവവിശ്വാസം ഇല്ലാത്ത ഞങ്ങളുടെ അടുത്ത് കുറേ എണ്ണം ഉണ്ട്. അവരാണെങ്കിൽ ഇപ്പോഴും സുഭിക്ഷമായിട്ടാണ് ജീവിക്കുന്നത്. അവരിപ്പോഴും സുഭിക്ഷമായിട്ടാണ് ജീവിക്കുന്നത്, ഒരു കുഴപ്പവും അവർക്കില്ല. പക്ഷേ ഞാൻ രാവിലെ മുതൽ പ്രാർത്ഥിക്കുന്നു, വൈകിട്ട് ആരാധനയ്ക്ക് പോകുന്നു, ധ്യാന കേന്ദ്രത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും പോകുന്നു, എല്ലാ ശുശ്രൂഷയിലും പങ്കെടുക്കുന്നു. പക്ഷേ എനിക്ക് മാത്രം എന്താ? എനിക്ക് മാത്രം വേദന. അവർക്കാർക്കും വേദനകളില്ല. അവർ എപ്പോഴും എന്നെ നോക്കി പരിഹസിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്നു, ഇന്നും ദണ്ഡനം അല്ലേ, ഇന്നും ദണ്ഡനം. പള്ളിയിൽ പോയിട്ട് വല്ല കാര്യം ഉണ്ടായോ? വല്ല അനുഗ്രഹം കിട്ടിയോ? നമുക്ക് വല്ല അനുഗ്രഹം ഉണ്ടായോ? പക്ഷെ പള്ളിയിൽ പോകാത്തവരൊക്കെ ഇന്ന് ബെൻസ് കാറിലും ചുമന്ന തൊടുത്ത കപിൾത്തടവും പുഷ്ടിയുള്ള ഭക്ഷണവും ഇഷ്ടമുള്ള ആഹാരവും ഇഷ്ടമുള്ള എൻജോയ് ചെയ്ത് ഈ ലോകത്തിൻ്റെ അരൂപി ജീവിക്കുമ്പോൾ പാവം നമ്മൾ അവരുടെ മുഖത്തേക്ക് പോകും നോക്കാൻ നമുക്ക് ലജ്ഞയാണ്, ഭയങ്കര വേദനയാണ്. കാരണം പ്രാർത്ഥിച്ചിട്ടും സഹനവും ഞെരുക്കവും വേദനയല്ലാതെ മറ്റൊന്നും നമുക്കില്ല. അങ്ങനെയല്ലേ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിരിക്കുന്നത്? ആണോ? അങ്ങനെയാണെന്നൊരു കൈ പൊക്കിക്കേ. കുറച്ചു പേരെങ്കിലും സത്യമാണ് അവർ പറഞ്ഞത്. ഒരു നല്ല കൈയടി അവർക്ക് കൊടുക്കാമോ? ഒരു നല്ല കൈയടി കൊടുക്കണം. ഈ കൈയടി പോരാ, ഒരു ശക്തമായ കൈയടി അവർക്ക് കൊടുക്കണം. ഈ കൈയടിയാണോ? നല്ല ഞെരുപ്പം കൈയടി കൊടുത്തേ. നിങ്ങളൊരു നല്ല ആരാധന നടത്താൻ പറഞ്ഞാൽ അത് ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? പലപ്പോഴും ഞാനും ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, ആരാധന നടത്തി, എല്ലാ കാര്യങ്ങളും. പക്ഷേ പ്രഭാതം മുതൽ പ്രദോഷം വരെ ദണ്ഡനമാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ 5 ലക്ഷം 6 ലക്ഷം ഒക്കെ ശമ്പളം എടുക്കുന്ന കൂട്ടുകാരാണ് ഒരു മാസം. അവരുടെ മുമ്പിലാണ് ഞാനിങ്ങനെ ഇന്ന് സുവിശേഷം പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ സഹനമായിട്ട് ഇന്ന് അവരെന്നെ വെച്ചിരിക്കുമോ? എടാ, നിനക്ക് എന്തോ മാനസികമായ രോഗമുണ്ട്, എന്തോ പ്രശ്നമുണ്ട്, നീ അതുകൊണ്ട് ഇതൊക്കെ എന്നിട്ട് ഞങ്ങളുടെ കൂടെ വാ, ഞങ്ങൾ നല്ല ജോലി വാങ്ങിച്ചു തന്ന് നിനക്ക് നല്ല ശമ്പളമൊക്കെ കിട്ടും, അതുകൊണ്ട് നീ പോരാൻ പറഞ്ഞു. അപ്പം ഇത് നിരന്തരം കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചോദ്യം ഉയർന്നു, ദൈവമേ സത്യമല്ലേ, വചനം പ്രഘോഷിക്കാൻ പോകുന്നു, ആരാധന നടത്തുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, പക്ഷേ എനിക്ക് മാത്രം ദണ്ഡനം. അവരൊക്കെ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ എനിക്ക് തന്നൊരു വചനമാണ് സങ്കീർത്തനം 73-ാം അധ്യായം. സങ്കീർത്തന പുസ്തകം 73-ാം അധ്യായത്തിൽ അതിന് കൃത്യമായ മറുപടി ഈശോ തരികയാണ്. അവിടെ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: ദൈവം ഇസ്രായേലിന് നല്ലവനാണ്, നിർമ്മലമായ ഹൃദയമുള്ളവർക്ക് തന്നെ. എൻ്റെ കാലുകൾ ഇടറാൻ ഭാവിച്ചു, എൻ്റെ പാദങ്ങൾ വഴുതാൻ തുടങ്ങി. ദുഷ്ടന്റെ ഐശ്വര്യം കണ്ടിട്ട് അഹങ്കാരികളോട് എനിക്ക് അസൂയ തോന്നി. അവർക്ക് തീവ്ര വേദനകളില്ല, അവരുടെ ശരീരം തടിച്ചു കൊഴുത്തിരിക്കുന്നു. അവർക്ക് മറ്റുള്ളവരെ പോലെ കഷ്ടതകളില്ല, മറ്റുള്ളവരെ പോലെ അവർ പീഡിതരുമല്ല. ആകയാൽ അവർ അഹങ്കാരം കൊണ്ട് ഹാരമണിയുന്നു, അക്രമം അവർക്ക് അങ്കിയാണ്. മേധസ് മുറ്റി അവർ അഹന്തയോടെ വീക്ഷിക്കുന്നു, അവരുടെ ഹൃദയത്തിൽ ഭോഷത്വം കവിഞ്ഞൊഴുകുന്നു. അവർ പരിഹസിക്കുകയും ദുഷ്ടതയോടെ സംസാരിക്കുകയും ചെയ്യുന്നു. പീഡിപ്പിക്കപ്പെടുമെന്ന് അവർ ഗർവ്വത്തോടെ ഭീഷണിപ്പെടുത്തുന്നു. അവരുടെ അധരങ്ങൾ ആകാശത്തിന് നേരെ തിരിയുന്നു, അവരുടെ നാവ് ഭൂമിയിൽ ദൂഷണം പരത്തുന്നു. അതുകണ്ട് ജനം അവരെ നോക്കി പ്രശംസിക്കുന്നു,
അവരിൽ കുറ്റം കാണുന്നില്ല. ദൈവത്തിന് എങ്ങനെ അറിയാൻ കഴിയും? അത്യുന്നതിന് അറിവുണ്ടോ എന്നവർ ചോദിക്കുന്നു. ഇതാണ് ദുഷ്ടർ. അവർ സ്വസ്ഥത അനുഭവിക്കുന്നു, അവരുടെ സമ്പത്ത് വർദ്ധിക്കുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തെ നിർമ്മലമായി സൂക്ഷിച്ചതും എൻ്റെ കൈകളെ നിഷ്കളങ്കതയിൽ കഴുകിയതും വ്യർത്ഥമായി. ഞാനിതാ ഇടവിടാതെ പീഡിപ്പിക്കപ്പെടുന്നു, എല്ലാ പ്രഭാതത്തിലും ദണ്ഡനമേൽക്കുന്നു. ഞാനും അവരെ പോലെ സംസാരിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ അങ്ങയുടെ മക്കളുടെ തലമുറയെ വഞ്ചിക്കുമായിരുന്നു. എന്നാൽ ഇത് ഗ്രഹിക്കേണ്ടത് എങ്ങനെയെന്ന് ഞാൻ ചിന്തിച്ചതെങ്കിലും അത് ക്ലേശകരമായി എനിക്ക് തോന്നി. എന്നാൽ ദേവാലയത്തിൽ ചെന്നപ്പോൾ അവരുടെ അവസാനം എന്തെന്ന് ഞാൻ ഗ്രഹിച്ചു. അങ്ങ് അവരെ തെന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു. അവർ നാശത്തിലേക്ക് വഴുതി വീഴാൻ അങ്ങ് ഇടയാക്കിയിരിക്കുന്നു. അവർ എത്ര വേഗം നശിച്ചുപോയി. ഭീകരതകളാൽ അവർ നിശേഷം തൂത്തെറിയപ്പെട്ടു. ഉണരുമ്പോൾ മായുന്ന സ്വപ്നം പോലെയാണവർ. അങ്ങ് ഉണർന്ന് അവരെ കുടഞ്ഞെറിയുന്നു. എൻ്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, എൻ്റെ ഹൃദയത്തിൽ മുറിവേറ്റപ്പോൾ ഞാൻ മൂഢനും അജ്ഞനുമായിരുന്നു. അങ്ങയുടെ മുമ്പിൽ ഞാനൊരു മൃഗത്തെ പോലെയായിരുന്നു. എന്നിട്ടും ഞാൻ നിരന്തരം അങ്ങയോട് കൂടെയാണ്. അവിടുന്ന് എൻ്റെ വലത് കൈ ഗ്രസിച്ചിരിക്കുന്നു. ഉപദേശം തന്ന് അങ്ങെന്നെ നയിക്കുന്നു. പിന്നീട് അവിടുന്ന് എന്നെ മഹത്വത്തിലേക്ക് സ്വീകരിക്കും. സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിൽ അങ്ങല്ലാതെ ഞാൻ മറ്റാരെയും കാണുന്നില്ല. എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ ദൈവമാണ് എൻ്റെ ബലം. അവിടുന്നാണ് എന്നേക്കുമായുള്ള എൻ്റെ ഓഹരി. എന്തെന്നാൽ അങ്ങിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ നശിച്ചു പോകും. അങ്ങയോട് കാപട്യം കാണിക്കുന്നവരെ അങ്ങ് സംഹരിക്കും. എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. ദൈവമായ കർത്താവിനെ ഞാൻ അഭയം പ്രാപിക്കുന്നു. അവിടുന്ന് എൻ്റെ പ്രവൃത്തികളെ പ്രഘോഷിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തകൻ കൃത്യമായ പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥനയല്ലേ ഇത്? അല്ലേ? നമ്മുടെ വേദനയല്ലേ എഴുതി വെച്ചിരിക്കുന്നത്? അവരെ എവിടെ നിർത്തിയിരിക്കുന്നു? സ്വസ്ഥത അനുഭവിക്കുന്നു എന്ന് പറഞ്ഞവർ തിന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്. പിന്നീട് അവരെക്കുറിച്ച് അന്വേഷിച്ചു, കണ്ടില്ല. 5, 6, 7 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന വ്യക്തികളുണ്ട്. എന്നോട് പറഞ്ഞിട്ടുള്ള വ്യക്തികളുണ്ട്. 5, 6, 7 ലക്ഷം രൂപ ഒരു മാസത്തെ ശമ്പളം. എന്നെ പരിഹസിച്ചിട്ട് പോയി. പക്ഷേ ഒരു മധ്യാഹ്നത്തിൽ ഞാൻ അവരെക്കുറിച്ച് അന്വേഷിച്ചു. എൻ്റെ സുഹൃത്തുക്കളാണ്. ഒരു മധ്യാഹ്നത്തിൽ ഞാൻ അവരെക്കുറിച്ച് അന്വേഷിച്ചു. പക്ഷേ അവർ കാറ്റത്ത് മൊയ്യുന്ന ഒരു ധൂളി പോലെ മാഞ്ഞുപോയി. കർത്താവ് അവരെ തിന്നുന്ന സ്ഥലത്ത് നിർത്തി. ഇന്നും കഷ്ടതയുടെയും വേദനയുടെയും നൊമ്പരങ്ങളുടെയും ദിനരാത്രങ്ങൾ എനിക്കുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളറയിൽ ഒരാനന്ദം തന്ന് കർത്താവ് ഇന്നും നിർത്തിയിരിക്കുന്നു. എല്ലാ മേഖലകളിലും അവിടുന്ന് പ്രഭാതത്തിൽ കാതുകളിൽ മന്ത്രിക്കും, കൈക്ക് പിടിച്ച് നയിക്കുന്നു. കൂടെ വസിക്കുന്ന ഒരു ദൈവം, സർവശക്തനായ ദൈവം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും നമ്മൾ ആശ്രയിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവരുടെ മുമ്പിൽ അവർക്ക് ധാന്യത്തിലും വീഞ്ഞിലും ഉണ്ടായിരുന്ന സമൃദ്ധിയിലും ആനന്ദത്തെക്കാൾ ആനന്ദം കർത്താവിൻ്റെ ഹൃദയത്തിൽ നിറച്ചിട്ടുണ്ട്. ഹല്ലേലൂയാ. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഹനങ്ങളൊക്കെ അനുവദിച്ചു തരുന്നത് എന്തിനാണ്? നമുക്ക് സഹനങ്ങൾ അനുവദിച്ചു തരുന്നത് ശാപമാണോ? പിന്നെന്തിനാണ് ഈ സഹനങ്ങളൊക്കെ? യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ 41-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യുന്നത് പോലെ സഹനത്തിന്റെ തീച്ചൂളയിൽ എന്നെ വിശുദ്ധീകരിക്കാൻ എൻ്റെ മക്കളെ വിടുന്നത് ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധിയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഹനങ്ങൾ തന്ന് നമ്മളെ പ്യൂരിഫൈ ചെയ്ത് വിശുദ്ധീകരിച്ച് ദൈവത്തെ പോലെയാക്കാൻ, ദൈവത്തിൻ്റെ മക്കളാക്കി രൂപപ്പെടുത്താൻ അല്പകാലത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ തന്നാലും എന്താ, അല്പകാലം കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് മഹാമഹത്വം വരും. അല്പകാലത്തേക്ക്. ഈശോയും അതേപോലെ കടന്നു പോയിട്ടുള്ളതാണ്. ഈശോയും നമ്മൾ കടന്നു പോകാത്ത ഒരു വഴിയും ഈശോയുടെ മുമ്പിലില്ല. ഈശോ കടന്നു പോയിട്ടുള്ള വഴികളിലൂടെയാണ് നമ്മളും കടന്നു പോയിട്ടുള്ളത്. അവനറിയാത്ത ഒരു വേദനകളും നമുക്ക് അറിഞ്ഞിട്ടില്ല. അവനറിയാത്ത ഒരു നൊമ്പരവും നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു സഹനം അവൻ അയച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ചങ്കി തട്ടിയിട്ടേ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളൂ. അവനറിയാതെ ഒരു സഹനവും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. അവൻ അനുവദിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സഹനം വരും. അങ്ങനെ അനുവദിച്ച് തന്നാൽ നമ്മുടെ ശക്തിക്കതീതമായ ഒരു പ്രലോഭനവും നമുക്ക് താങ്ങാവുന്നതാണ്. നമുക്ക് താങ്ങാവുന്നത് മാത്രമേ തരൂ. അവൻ അനുവദിക്കാത്തതൊന്നും വരില്ല, അവൻ താങ്ങാൻ പറ്റാത്തതൊന്നും നമുക്ക് തരില്ല. ജോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, സാത്താൻ ദൈവസന്നിധിയിൽ ചെന്നപ്പോൾ ദൈവം അന്വേഷിച്ചു, എൻ്റെ ജോബിനെ നീ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാത്താൻ പറയും, അവന് ചുറ്റും നീ വേലി കെട്ടി സംരക്ഷിച്ചിരിക്കുകയല്ലേ,
അവന് ചുറ്റും എന്താണ്? വേലി കെട്ടി നീ സംരക്ഷിച്ചിരിക്കുകയല്ലേ. അതുകൊണ്ട് അവൻ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ദൈവം പറയും, ഞാൻ അവൻ്റെ വേലിക്കെട്ട് അഴിച്ചു തരാം. ദൈവം ഒരു സംരക്ഷണ വേലി നമുക്ക് കെട്ടിയിട്ടുണ്ടെന്നേ. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിനും ഒരു സംരക്ഷണ വേലി അവൻ കെട്ടിയിട്ടുണ്ട്. അത് അഴിച്ചു കൊടുത്തിട്ടാണ് നമ്മളെ സഹനത്തിലേക്ക് കൊണ്ടുപോകാൻ സാത്താൻ വന്നത്. ആരനുവദിച്ചു കൊടുത്തിട്ടാണ്? ദൈവം അനുവദിച്ചു കൊടുത്തിട്ടാണ് അവൻ അകത്ത് പ്രവേശിച്ചത്. അത് അല്പകാലത്തേക്ക് നമ്മളെ ശോധന ചെയ്യും. നിനക്ക് എത്രമാത്രം വിശ്വാസമുണ്ട്, എത്രമാത്രം പ്രാർത്ഥനയുണ്ട്, ഒരിക്കലും കൈവിടാത്ത ദൈവത്തിൽ നീ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ടെന്ന് അറിയാൻ അല്പകാലത്തേക്ക് കൊടുത്തു വിട്ടതിന് ശേഷം സാത്താൻ ഈ പരീക്ഷയിൽ തോറ്റിട്ട് അവിടെ ചെല്ലുമ്പോൾ ദൈവം ചോദിക്കും, നീ എൻ്റെ പ്രിയപ്പെട്ട ജോബിനെ കണ്ടോ? നീ എൻ്റെ പ്രിയപ്പെട്ട മകനെ കണ്ടോ? പ്രിയപ്പെട്ട മകളെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാത്താൻ ലജ്ജിക്കണം. അതിനുവേണ്ടി അല്പകാലത്തേക്ക് നമുക്കൊരു സഹനം അനുവദിക്കുമ്പോൾ അയ്യോ ഭൂതം വന്നേ, പ്രേതം വന്നേ എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ടിരിക്കേണ്ട മക്കളല്ല. കാരണം നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ചത് പണം കൊടുത്തിട്ടാണോ? ആണോ? പണം കൊടുത്ത് വാങ്ങിച്ചാണോ നമ്മളെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങിക്കപ്പെട്ടവരാണ്. നിങ്ങൾ വിലയ്ക്ക് വാങ്ങിച്ചത് കറയോ ചുളിവോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലെയുള്ള രക്തം, സ്വപുത്രന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിച്ച മക്കളെ വെറുതെ ഒരു സഹനത്തിലോട്ടൊന്നും പറഞ്ഞു വിടിയല്ലെന്നേ. അവൻ അനുവദിക്കാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. അവൻ അനുവദിച്ചത് മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് അല്പകാലം കഴിയുമ്പോൾ ഒരു മഹത്വമായി തിരിച്ചു വരും. ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയാ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ പറയട്ടെ, ഈ സഹനത്തെക്കുറിച്ച് ഈശോയെ പഠിപ്പിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിന്റെ 1-2 തിരുവചനം വായിക്കും, മനസ്സിലാവും. തൈച്ചെടി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ സന്നിധിയിൽ വളർന്നു. തൈച്ചെടി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ സന്നിധിയിൽ വളർന്നു. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. ആ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. എന്തിനാണെന്നറിയാമോ? അവനെ തൈച്ചെടി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവനെ വളർത്തി. എന്തിനാണെന്നറിയാമോ? ഈ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന ഒരു മുളയ്ക്ക് വെള്ളമോ വളവോ കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? 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 ഇല്ല. അവൻ വളർന്നത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. അവന്റെ ആശ്രയം മുഴുവനും ദൈവമാണ്. അവന്റെ ആശ്രയം മുഴുവനും ദൈവമാണ്. വരണ്ട ഭൂമിയിലാണ് നിൽക്കുന്നത്. വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുളയ്ക്ക് ഒരു തുള്ളി വെള്ളമോ വളവോ കൊടുക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് അവൻ എന്ത് ചെയ്തു? ദൈവത്തിന്റെ മുഖം നോക്കി ജീവിച്ചു. ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചു. ദൈവത്തിൽ മാത്രം പ്രത്യാശ വെച്ചു. അങ്ങനെ പ്രത്യാശ വെച്ചപ്പോ അവന്റെ വിശ്വാസം വേരുപോലെ താഴത്തേക്ക് ആഴ്ന്നിറങ്ങി. അവന്റെ വിശ്വാസം ആഴ്ന്നിറങ്ങിയപ്പോ എവിടെ ജലം കിട്ടാമോ പാറക്കെട്ടുകളിലേക്ക് അവന്റെ വേരുകൾ ആഴത്തിൽ ഊന്നപ്പോ എന്ത് ചെയ്ത്? ആ വൃക്ഷം വളർന്നു വന്നത് നല്ല വേരുറപ്പിലാണ്. ഒരു കാറ്റടിച്ചാലും ഒരു മഴ വന്നാലും എന്ത് പേമാരി വന്നാലും അത് തകർന്നു വീഴാത്ത വിധം വെള്ളവും വളവും കിട്ടുന്ന വൃക്ഷങ്ങൾ മറിഞ്ഞു വീഴുന്നത് പോലെ ഈ വൃക്ഷത്തിന് വീഴാൻ പറ്റില്ല. കാരണം അവൻ വളർന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ വേര് ആഴങ്ങളിലേക്ക് ഊന്നി ശക്തിയോടെ പിടിച്ചു നിന്നപ്പോ അവന്റെ ജീവിതത്തിൽ ചെറിയ ചെറിയ സഹനങ്ങളോ കാറ്റോ അടിച്ചാലും ഈ മരം വീഴില്ലെന്നേ. അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതാണ് അവനത്. നമ്മുടെ വീട്ടിന് മുമ്പിൽ എത്രയോ മരങ്ങൾ നിൽപ്പുണ്ട്. വെള്ളവും വളവും അഴിച്ചു കൊടുക്കുന്ന മരങ്ങൾ. ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ എന്തൊരു പെട്ടെന്ന് ആത്മഹത്യ ചിന്തിക്കുന്നത്. ആത്മഹത്യ പെട്ടെന്ന് തീർന്നു, ജീവിതം തീർന്നു, പ്രത്യാശ തീർന്നു. കൊടുങ്കാറ്റടിച്ചപ്പോൾ എല്ലാം കടപുഴുകി വീണു. പക്ഷേ സഹനത്തിലൂടെ ആരും സഹായിക്കാനില്ലാതെ, ആരുടെ മുമ്പിലും ഒരു അഭയത്തിന് ഇല്ലാതെ ദൈവത്തിന്റെ സന്നിധിയിൽ ആശ്രയിച്ച് വളർന്ന ഈ വൃക്ഷം വളർന്നു വന്നത് ഇന്ന് ആർക്കും തകർക്കാൻ പറ്റിയിട്ടില്ല. ഈശോ ആർക്കെങ്കിലും തകർക്കാൻ പറ്റുമോ? നമ്മുടെ ജീവിതത്തിൽ ഈ സഹനത്തിലൂടെ മറ്റാരുടെയും സഹായമില്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നിർത്തി വളർത്തിയത് അവന്റെ മുമ്പിൽ വേരുകൾ ആഴത്തിൽ വളരാൻ, ആഴത്തിൽ ഊന്നാൻ. എത്ര വലിയ കാറ്റടിച്ചാലും പ്രതിസന്ധി ഉണ്ടായാലും നീ ആടത്തില്ലടാ. എത്ര വലിയ കാറ്റടിച്ചാലും നീ വീഴില്ലടാ. കാരണം നിന്നെ വളർത്തി രൂപപ്പെടുത്തിയത് അങ്ങനെയാ. സഹനത്തിന്റെ തീച്ചൂളയിലൂടെ നിന്നെ കൊണ്ടുപോകുമ്പോൾ നിനക്ക് ബലം പകരും. ചെളിക്കൂനയുണ്ട്, ചെളിക്കൂന വെറുതെ കിടന്നാൽ മഴവെള്ളം വരുമ്പോൾ അത് ഒലിച്ചു പോകും. എന്നാൽ അത് തീയുടെ നടുവിലേക്ക് ഇട്ടാലോ, അത് ചുട്ടെടുത്ത് ഇഷ്ടികയാക്കിയാൽ ഏത് വെള്ളപ്പൊക്കം വന്നാലും ഏത് കാറ്റ് വന്നാലും അതിനെ തകർത്ത് കളയാൻ പറ്റില്ല. അത് നല്ല ബലമുള്ള ഇഷ്ടികയാവും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും ദൈവം തന്നാലും നമ്മുടെ ഗുരു നമ്മളിൽ നിന്നും മാറാൻ പറ്റില്ല. കാരണം അവൻ അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു.
അപ്പോൾ നമ്മളെ എവിടെയൊക്കെയാണ് അവൻ സ്നേഹിക്കുന്നത്? ഒറ്റപ്പെട്ടു പോകുന്ന ഇടങ്ങളിൽ, രോഗം ബാധിച്ച ഇടങ്ങളിൽ, അഴുകിത്തുടങ്ങിയ ഇടങ്ങളിൽ, തകർന്നുപോയ ഇടങ്ങളിൽ, കടഭാരത്തിന്റെ നടുവിൽ, ജീവിതം മുഴുവനും തീർന്നു എന്ന് പറയുന്ന ഇടങ്ങളിൽ സഹനത്തിന്റെ തീച്ചൂളയിലേക്കും ഇറങ്ങി വരാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദാനിയേൽ ദൈവാരാധന നടത്തുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ദൈവാരാധന കൃത്യമായി നടത്തുന്ന ദൈവത്തിന്റെ പ്രീതിയുള്ള ഈ ചെറുപ്പക്കാരൻ ഒരു നിമിഷത്തേക്ക് അഗ്നിയുടെ നടുവിലേക്ക് വീഴേണ്ടി വന്നു. ഈ അഗ്നി സാധാരണ അഗ്നിയല്ല, 7 മുഴം അധികമുള്ള അഗ്നി. നമ്മുടെ ജീവിതത്തിലേക്ക് സാധാരണ അഗ്നിയാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ആ ചൂട് തട്ടുന്നതുകൊണ്ട് നമുക്കതിനെ ഓവർകം ചെയ്യാം. പക്ഷേ ഈ അഗ്നി 7 മുടങ്ങാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവാരാധന നടത്തുന്ന ശക്തനായ ഈ ചെറുപ്പക്കാരൻ അഗ്നിയുടെ നടുവിൽ വീഴുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ അഗ്നിയുടെ നടുവിലേക്ക് ഇറങ്ങി വരാൻ കഴിവുള്ള ഒരു ദൈവമാണ് എൻ്റെ ദൈവം, വന്നില്ലെങ്കിലും ഞാൻ വിശ്വസിക്കും. കണ്ടോ, നമ്മളും വീഴുവന്ന ഈ അഗ്നിയിൽ ഇതുപോലെ പറയാൻ പറ്റണം, ഇതുപോലെ പറയാൻ പറ്റണം. അഗ്നിയുടെ നടുവിലേക്ക് ഇറങ്ങി വരാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഏത് അഗ്നികുണ്ഡത്തിലേക്ക് ഇറങ്ങി വരാൻ കഴിവുള്ള ദൈവമാണ്. അത് പറഞ്ഞു തീരുമ്പോൾ തന്നെ ജലകണികൾ പോലെ തണുപ്പ് ബാധിച്ച അവരുടെ തീയുടെ നടുവിലേക്ക് ദൈവം ഇറങ്ങി വരികയാണ്. ആ 3 യുവാക്കന്മാരുടെ മുമ്പിലേക്ക് ഇറങ്ങി വന്നെങ്കിൽ എരിയുന്ന തീയുള്ള ജീവിത പ്രശ്നങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിന്റെ നടുത്തളത്തിലേക്ക് അവൻ വരും. വന്നില്ലെങ്കിലും വിശ്വസിക്കാൻ പറ്റണം. ഹല്ലേലൂയാ. വരാതിരിക്കുമോ അവൻ? വരാതിരിക്കുമോ? നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രശ്നത്തിന്റെ തീയുടെ നടുവിലേക്കും അവൻ വരും. പക്ഷെ നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു പോകാതെ ദാനിയേൽ പറയുന്നത് പോലെ പറയണം, ഞങ്ങളുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിന് ഒരിക്കലും ഞങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റില്ല, ഒരിക്കലും ഞങ്ങളെ മറക്കാൻ പറ്റില്ല. ഇപ്പോൾ അഗ്നിയുടെ നടുവിലാണ് ഞങ്ങൾ കിടക്കുന്നതെങ്കിലും ഈ അഗ്നിയുടെ നടുവിലേക്ക് ഇറങ്ങി വരാൻ കഴിവുള്ള ആ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എരിയുന്ന എല്ലാ പ്രശ്നങ്ങളിലേക്കും ഇറങ്ങി വരും. കൈവരുത്തി പറയാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ പറയാണ്, നിങ്ങളെ ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് തൻ്റെ പിതാവിനാൽ ആകർഷിച്ചിട്ടാണ്. അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നെങ്കിൽ ഇന്നലകളിൽ നിങ്ങൾ കടന്നുപോയ നിങ്ങളുടെ ജീവിത വഴികളെ മുഴുവനും ആർക്കറിയാം? ഈശോയ്ക്കറിയാം, നന്നായിട്ടറിയാം. മറ്റാരും അറിയുന്നതിനേക്കാൾ കൂടുതൽ അവൻ നമ്മളെ അറിയുന്നു. അവന് മാത്രമേ നമ്മളെ മനസ്സിലാക്കാൻ പറ്റൂ. നമ്മുടെ ജീവിത പ്രശ്നം എന്താണെന്ന് അവന് മാത്രമേ അറിയാൻ പറ്റൂ, അവന് മാത്രമേ അത് പരിഹരിക്കാൻ പറ്റൂ. ഈശോ നിങ്ങൾക്ക് ഇന്ന് തരുന്ന സന്ദേശം എന്തറിയാമോ? എത്രമാത്രം നിങ്ങളുടെ ജീവിതം ഒറ്റപ്പെട്ടാലും ഏത് ജീവിത സാഹചര്യങ്ങളിലും നിങ്ങളുടെ കൂടെ വസിക്കുന്ന എമ്മാനുവേൽ, അവൻ ഒരിക്കലും നമ്മളെ വിട്ടുപിരിയില്ല. അവൻ നമ്മോട് കൂടെ ജീവിത അവസാനം വരെയും ഉണ്ടാകും. തിരുവാക്ക. ഹല്ലേലൂയ.